ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇതാണ് സ്ലൈഡ് കാണുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പവർ 2 വരുന്ന ഇക്വേഷൻ ആണ്. ആദ്യം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ലീനിയർ ഇക്വേഷനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്വേഷനെ അത് ലീനിയറും അതുപോലെ തന്നെ നോൺ ലീനിയറും ആയിരുന്നു. ഈ നോൺ ലീനിയറിൽ ഒന്നാണ് എന്ത്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ലീനിയർ എന്ന് പറയുമ്പം 5x + 6 = 12 എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ 11 എന്നൊക്കെ പറഞ്ഞ പോലെ. എന്നാൽ അതേമാതിരി പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാല് 7x² + 4 = 25. ഒരു ഉദാഹരണമാണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിലൊക്കെ നമ്മൾ ചെയ്യുന്ന എക്സ് പവർ 2 വരുന്ന, ഇവിടെ നമ്മളെ പവർ എന്താ? ഈ എക്സിന്റെ പവർ എന്താ? 1 ആണ്. പവർ 1 വരുന്നത് ലീനിയർ ആണ്. എന്നാൽ പവർ 2 വരികയാണെങ്കിൽ അത് നോൺ ലീനിയറിലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അതാണ് നമുക്ക് അതിൽ എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോർമുലക്ക് ഒരു ബേസ് ഉണ്ട്. അതിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ ഇക്വേഷൻസ് ഓഫ് ദ ഫോം ax² + bx + c = 0. ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഈ രീതിയിലേക്ക് മാറ്റാൻ പറ്റും. ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ഈ ഒരു ഫോമിലുള്ള ഇക്വേഷൻ ആണ് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയാം. ഇൻ വിച്ച് എ ബി സി ആർ കോൺസ്റ്റന്റ്. എയും ബിയും സിയും ഒക്കെ എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ടുള്ള സംഖ്യകളാണ്. വിത്ത് എ എന്തായിരിക്കണം? നോട്ട് ഈക്വൽ ടു 0. എ 0 ആയി കഴിഞ്ഞാൽ ഉദാഹരണം 7x² എന്നാണെന്നുണ്ടെങ്കിൽ 7 എന്നുള്ളതിന് പകരം ഇവിടെ 0 ആണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ലീനിയർ ഇക്വേഷൻ ആയി മാറി. കാരണം x² ഉള്ളിടത്ത് 0 വന്നു കഴിഞ്ഞാൽ ഇൻറ്റു ചെയ്യുമ്പോൾ 0 ആയി മാറി. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി എന്തായി മാറി? ലീനിയർ ഇക്വേഷൻ ആയി മാറി. അപ്പം എ നോട്ട് ഈക്വൽ ടു 0 ആവണം ഈസ് കോൾഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അങ്ങനത്തെ ഒരു ഇക്വേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. എക്സാമിന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താ ചോദിച്ചിട്ടുണ്ട്? ദ ഇക്വേഷൻ ഓഫ് ദ ഫോം ax² + bx + c = 0 in which a b c are constants with a not equal to 0 is called quadratic equation എന്നാണ്. പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 മെത്തേഡ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ഫോർമുല മെത്തേഡ് ആണ്. ഫോർമുല ഏതാണ് നമുക്ക് നോക്കാം. ഈ ഫോർമുല തന്നെ ഇതിൽ എക്സ് കാണാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ ഒന്ന് എന്ത് ചെയ്യും? ചേഞ്ച് ആവും. ആ ഇക്വേഷൻ നമുക്ക് നോക്കാം. മറ്റൊരു മെത്തേഡ് ഫാക്ടറൈസേഷൻ മെത്തേഡ് ആണ്. മറ്റൊന്ന് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു മെത്തേഡും ഉണ്ട്. അപ്പോൾ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലായോ എല്ലാവരും? ഒന്ന് കമന്റ് ചെയ്യും. ക്വാഡ്രാറ്റിക് ഇന്നലെ പറഞ്ഞത് തന്നെയാണ്. ഇന്നലെ എനിക്ക് ഒന്ന് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് റെസ്പോൺസ് കിട്ടണം കേട്ടോ. ക്ലാസ്സിൽ നിങ്ങൾ ആരും കാണാത്തോണ്ട് തന്നെ ഒരു റെസ്പോൺസ് ഉണ്ടാവാഞ്ഞാല് എനിക്ക് ഒരു സുഖം കിട്ടൂല. അതായത് ആരോടോ ഞാൻ വർത്താനം പറഞ്ഞ മാതിരിയൊക്കെ ഒരു കണക്ഷൻ പോകും. അപ്പോ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചോദിക്കുന്നതിന് ഒരു മൂളല്, ഒരു കൊരക്കല്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യും? കൊരക്കാറ നായി വരക്കണായി കൊരക്കാന്നല്ല കേട്ടോ ഉദ്ദേശിച്ച്. നിങ്ങൾ ഉണ്ട് എന്നുള്ള ആ ഒരു അറിവ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മറ്റേ ഞാൻ എന്തോ സംസാരിക്കുന്ന പോലെ എനിക്കൊരു കണക്ഷൻ ഉണ്ടാവും. കണക്ഷൻ ഉണ്ടാവില്ല മീൻസ് അങ്ങനെയല്ല, അതായത് ഒരു സുഖം കിട്ടൂല. ക്ലാസ് ഒരു വൈബ്രന്റ് ആയി വരൂല. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോർമുല നോക്കാം. മെയിൻ ഫോർമുല ഏത് തന്നെയാണ്? ബേസ് ഫോർമുല ഇതാണ്. ax² + bx + c = 0 എന്നുള്ള ഈ ഒരു ഫോർമുലയ്ക്ക് ഏതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി കഴിഞ്ഞാലും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഫോർമുലയ്ക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനുശേഷം എക്സ് കാണൽ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് കാണൽ എങ്ങനെ? x = -b ± (b² - 4ac / 2 എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. നോക്കുക, ഇതാണ് ഇക്വേഷൻ. കാണുന്നുണ്ടോ ഇക്വേഷൻ? എന്താണ് ഇക്വേഷൻ? ഇക്വേഷൻ ഇതാ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. സൈലങ്കാര് അതൊരു പാട്ട് പോലെ എന്ത് ചെയ്യുന്നു? അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇക്വേഷൻ ഇതാണ്. എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ആ ഒരു ഇക്വേഷൻ എന്ന് പറയുമ്പോൾ -b ± -b ± എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് ആൻസർ
രണ്ട് രീതിയിൽ വരാം. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ആൻസർ രണ്ടെണ്ണം ഉണ്ടാവും, 2 എണ്ണം ഉണ്ടാവും. അത് നമ്മുടെ ക്വസ്റ്റ്യന്റെ സാഹചര്യം അനുസരിച്ച് ചില സമയങ്ങളിൽ രണ്ടും ആൻസർ ആയിരിക്കും. ചില സമയങ്ങളിൽ ക്വസ്റ്റ്യനിലെ ആൻസർ അനുസരിച്ച്, അതായത് 5 കുട്ടികളുണ്ട് അങ്ങനെയൊക്കെ ചോദ്യമാണെന്നുണ്ടെങ്കിൽ അവിടെ ആൻസർ മൈനസ് വരികയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം കുട്ടികളുടെ എണ്ണം മൈനസിൽ വരൂലല്ലോ. അപ്പം ഒന്നെങ്കിൽ പ്ലസ് ആൻസർ, ചിലപ്പോൾ മൈനസ് ആൻസറും ആയിരിക്കും. അപ്പൊ സാഹചര്യത്തിനനുസരിച്ചാണ് ആൻസർ കറക്റ്റ് ചെയ്താൽ തീരുമാനിക്കുക. നോർമലി 2 ആൻസറും എന്തായിരിക്കും, കറക്റ്റ് തന്നെ ആയിരിക്കും. പക്ഷേ സാഹചര്യം കൂടെ അതിലൊരു ഘടകമാണ്. അതായത് നമുക്കൊരു ആൻസർ -5 എന്ന് കിട്ടി, ഒരു ആൻസർ 2 എന്നും കിട്ടി. അപ്പോ കുട്ടികളുടെ എണ്ണൊക്കെ വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ -5 പറഞ്ഞ കുട്ടികൾ ഉണ്ടാവില്ലല്ലോ. അപ്പൊ 2 എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യും, എത്തും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ് പ്ലസ് ഓർ മൈനസ് ഒക്കെ ഇവിടെ എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് കാണുന്നത്. പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞാൽ 2 ആൻസർ, പ്ലസ് ചെയ്തിട്ടുള്ള ഒരു ആൻസറും ചെയ്യണം, മൈനസ് ചെയ്തിട്ടുള്ള ആൻസറും ചെയ്യണം. അതെങ്ങനെ ചെയ്യാന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം നിങ്ങൾ ഒന്നും കൂടെ നോക്കുക, നമ്മുടെ ഇക്വേഷൻ ആദ്യം ഈ ഫോമിലേക്ക് ഇക്വേഷനെ കൊണ്ടുവരണം. അതിനുശേഷം എക്സ് കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് -b പ്ലസ് ഓർ മൈനസ് എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് b² - 4ac. അപ്പൊ നിങ്ങൾ b² - 4ac കണ്ടിട്ട് അതിന്ന് b² എന്ത് ചെയ്യുക, കുറക്കുക, ശേഷം 2a ചെയ്യുക. ഈ രീതിയിലാണ് ആൻസർ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാണേണ്ടത്. ഈ ഇക്വേഷൻ നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. സ്ക്രീൻഷോട്ട് എടുക്കട്ടോ. നമ്മൾ മാക്സിമം പ്രോബ്ലം മീൻസ് പൊതു പോവുക, ബാക്കി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിന്റെ സ്പേസ് വെച്ചിട്ടാൽ മതി. ഇപ്പം ആദ്യം ഉണ്ടായിരുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരുന്നു, ഇത് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക. ഇത് സാധാരണഗതിയിൽ ഇത് എക്സാമിന് 2 മാർക്ക് ചോദിക്കാറുണ്ട്, എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഒക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, സോൾവ് ചെയ്യാൻ 3 മെത്തേഡ് ഉണ്ട്. നമ്മൾ ഈ ഒരു മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ മെയിൻ ഫോർമുല ഇതാണ്. ഈ രീതിയിലാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കേണ്ടത്. അതിനുശേഷം എക്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ -b പ്ലസ് ഓർ മൈനസ് റൂട്ട് സ്ക്വയർ റൂട്ട് ഓഫ് b² - 4ac / 2a എന്ന് പറഞ്ഞിട്ടു പിന്നെ ഇവരുടെ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഇതുവരെ പറഞ്ഞത് ഓക്കെ ആണോ? അതൊന്ന് കമന്റ് ചെയ്യ്, അല്ലെങ്കിൽ വോയിസിൽ പറയും. എങ്ങനെയുണ്ട് എന്റെ പനിയന്? പഴയ ബനിയനാ, തനക്കണിന്റെ ഉള്ളിൽ നിർത്താം. ഓക്കെ ആണ്, എല്ലാരും ഒന്ന് കമന്റ് ചെയ്യും. മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇനി നമ്മൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് അല്ലെ, എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. നമ്മൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ബേസ് ഫോർമുല അല്ലെങ്കിൽ മെയിൻ ഫോർമുല ഒന്ന് ആദ്യം നോക്കുക. അതിലിവിടെ എല്ലാം ഉണ്ടോ നോക്ക്. ax² പ്ലസ് ആണ്, പ്ലസോ മൈനസോ, പ്ലസ് നമ്മൾ ഏതൊരു കാര്യത്തിനും പോസിറ്റീവ് ആണ് എടുക്കുക, അതുകൊണ്ടാണ് പ്ലസ് എഴുതിയത്. ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് എടുത്താൽ മതി കേട്ടോ. -x നമ്മളെന്താ bx എന്നല്ലേ വരിക, bx - c = 0 എന്നുള്ള ആ ബേസ് ഫോർമുലയിലേക്ക് ഇത് കൊണ്ടുവരാൻ പറ്റും. നോക്കുക, ഇവിടെ x² ഉണ്ട്, പക്ഷെ a അല്ല. അപ്പൊ എക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുക, 1 എടുക്കുക. കാരണം എന്താ, ഇപ്പൊ ഞാൻ പറയുന്നു 7² = 49 ഞാൻ പറയാണ്. അതിന് പകരം എനിക്കിപ്പോ a എന്നുള്ളതിന് പകരം 1 × 7² എന്ന് പറഞ്ഞാൽ 49 അല്ലേ വരിക. അപ്പൊ അതിന് എക്ക് പകരം ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ a ഉണ്ട്, കാരണം നമ്മൾ മറ്റേ ഇക്വേഷൻ കൊണ്ടുവരുമ്പോ a കൊണ്ടുവരണം, അതുകൊണ്ട് a-ന് 1 ആയിട്ട് എടുക്കുക. പിന്നെ bx² നോക്കുക, അവിടെ എന്താ ഉള്ളത്, x ഉണ്ട്, b ഇല്ല. അപ്പൊ b-ന് നമ്മൾ എന്ത് ചെയ്യുക, -1 -1 എന്ന് എടുക്കുക. പിന്നെ c ഇവിടെ ഓൾറെഡി ഉണ്ട്, -12. ഈ ഒരു ഫോമിലേക്ക് എല്ലാം കൊണ്ടുവരണം. ഒന്നും കൂടെ പറയാ, മെയിൻ ആയിട്ട് നമ്മളെ ഇക്വേഷൻ ax² പ്ലസ് ആണ്. ഇവിടെ തൽക്കാലം പ്ലസോ മൈനസോ ഏതോ ഒന്ന്, പോസിറ്റീവ് ആണല്ലോ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുക, അതുകൊണ്ടാണ് പ്ലസ് ഇട്ട് പോകണം. -bx - c എന്നുള്ളതിലേക്കാണ് കൊണ്ടുവരേണ്ടത്. x² ഇവിടെ ഉണ്ട്, അപ്പൊ a-നെ നമ്മൾ എന്താക്കി എടുത്തു, 1 ആക്കി എടുത്തു. -x ഇവിടെ ഉണ്ട്, അപ്പം -bx ആ വേണ്ടത്, അപ്പൊ ഇതിന് നമ്മൾ -1 എന്നുള്ള രീതി എടുത്തു. c ഓൾറെഡി -12 ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു സംഖ്യകളെ ആദ്യം എന്ത് ചെയ്യണം, കണ്ട് ഉറപ്പാക്കണം എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. അതിനു വേണ്ടിയിട്ട് കൺവേർട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, കൺവേർട്ട് ടു ഈ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ആ ഫോമിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കുക, a എന്ന് പറഞ്ഞാൽ 1 ആണ്, b -1 ആണ്, c -12 ആണ്. ഇതുവരെ പറഞ്ഞത് ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും.
ഇതുവരെ പറഞ്ഞത് ഓക്കെ ആണോ? എല്ലാവരും ഇപ്പോ ഓക്കെ, എല്ലാരും പറഞ്ഞോളൂ. എനിക്ക് പറയാൻ യാ റബ്ബി. ഓക്കെ, അപ്പോ ഇനി നമ്മൾ അടുത്ത ഇതിലേക്ക് പോവാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? എക്സ് കാണാൻ വേണ്ടിയിട്ട്, കാരണം ഇവിടെ നമുക്ക് അറിയാൻ എ നമുക്കറിയാം, ബി നമുക്കറിയാം, സി നമുക്കറിയാം, 0 നമുക്കറിയാം. അപ്പൊ ഇനി എന്താ ഇപ്പൊ കാണേണ്ടത്? എക്സ് കാണണം. എക്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാ? ഈ ഇക്വേഷനെ എക്സ് കാണാനുള്ള രീതിയിലേക്ക് മാറ്റുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പഠിച്ച ആ ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷൻ ചെയ്തിട്ടാണ്. എന്താ ഇക്വേഷൻ? എല്ലാവരും ഒന്ന് പറഞ്ഞേ, സ്വന്തമായിട്ട് പറഞ്ഞാൽ മതി. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ആ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക? കൊണ്ടുവരിക. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഇതിൽ നമ്മുടെ അടുത്ത് മൈനസ് ബി ഉണ്ടോ? മൈനസ് ബി നമ്മുടെ അടുത്തുണ്ട്, അതാ -1. അപ്പൊ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? -1 എന്ന് വരും. ബി എന്ന് പറഞ്ഞാൽ -1 ആണ്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്ന് പറഞ്ഞാൽ -1. അപ്പൊ മൈനസ് ബി എന്ന് പറഞ്ഞാലോ -1. ഓക്കെ, ഈ ബി സ്ക്വയർ എന്ന് പറഞ്ഞാലോ, ബി നമ്മുടെ അടുത്ത് -1 ഉണ്ട്. അപ്പൊ -1 സ്ക്വയർ 4ac. ഇതിങ്ങനെ സെപ്പറേറ്റ് എടുക്കണേ. 4ac എന്ന് പറഞ്ഞാൽ 4, അവിടെ 4 തന്നെ. എ എത്ര? 1. അപ്പൊ 4 × 1 × -12. ഈ ആൻസറിനെ എന്തുകൊണ്ട് ഇത് ചെയ്യാ? -1ന്റെ സ്ക്വയർ റൂട്ട് ചെയ്യാം. ശേഷം 2a എന്ന് പറഞ്ഞാൽ എന്താ? 2 തന്നെ. എ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇത്രേതുള്ളൂ. വളരെ സിമ്പിൾ. ഓക്കെ, അപ്പൊ നോക്കാം. ഇതാണ്ടോ -1 ഞാൻ അതുപോലെ ഇട്ടു. -1 അതെന്താ? ബി എന്നല്ല നമ്മോട് പറഞ്ഞ, ബി -1 ആണ്. അപ്പൊ -b എന്ന് പറഞ്ഞാൽ -1 ആണ്. അത് മനസ്സിലാക്കുക. പ്ലസ് ഓർ മൈനസ് അതുപോലെ തന്നെ ഇടുക. ഇനി ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ബി എന്ന് പറഞ്ഞാൽ -1 ആണ്. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 സ്ക്വയർ എന്നാണ്. അതിനുശേഷം -സ്ക്വയർ ഇടുക. ഇത് മൊത്തം ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. അതേതാ? 4 × 1 × 4 എന്താ? 4 തന്നെ. 1 എന്ന് പറഞ്ഞാൽ എ ആണ്. ഇൻറ്റു -12 എന്ന് പറഞ്ഞാൽ അത്ര? -12 എന്ന് പറഞ്ഞാൽ -12 തന്നെ. അത് സി ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. 2a എന്ന് പറഞ്ഞാൽ 2 × 1. ഏതവിടെ? 2 × 1. ഓക്കെ, ഇത് ചെയ്തു വരുമ്പം ശ്രദ്ധിക്കുക, നമ്മൾ എങ്ങനെ ഇത് ചെയ്യാം? ആദ്യം ഈ -1 ഉടക്കട്ടെ. ഇതിന്റെ ഉള്ളിൽ ആദ്യം തീരുമാനാക്കാം. അപ്പം 4ac എന്നുള്ളത് തീരുമാനാക്കുമ്പം 4 × 1 എത്ര? 4 തന്നെ. അപ്പൊ 4 × 1 1, പിന്നെ 4 × -12 എന്നായി. അപ്പൊ 4 × -12 എത്ര വരിക? -48. -48 വന്നു. ഇനി -1 സ്ക്വയർ മൈനസ് ഉണ്ട്. -1 സ്ക്വയറിന്റെ ആൻസർ 1 എന്ന് വരും. പിന്നെ -48 എന്ന് വരും. മൈനസ് അടുപ്പിച്ചു വന്ന എന്തായി? 1 + 48 എന്നായി. ക്ലിയർ ആണോ? എല്ലാരും കമന്റ് ബോക്സിൽ വരി. ഓക്കെ ആണോ അല്ലേന്ന് പറയും. വൺസ് മോർ. ഓക്കെ, അതായത് നമ്മൾ ഈ ചെയ്യുന്ന രീതി, ഇവിടെ ഈ ഒരു ഏരിയ മാത്രം ഞാൻ സെപ്പറേറ്റ് ചെയ്യാണ്. ഈ -1 അവിടെ നിൽക്കട്ടെ കേട്ടോ. അപ്പം -1 സ്ക്വയർ മൈനസ് 4ac എന്നുള്ളതിന് പകരം 4 × എത്ര? 1 × -12 എന്നാണ്. അപ്പൊ ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബോർഡ് മാസ് റൂൾ അനുസരിച്ച് നമ്മൾ ആദ്യം എന്ത് കംപ്ലീറ്റ് ചെയ്യണം? ബ്രാക്കറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് ബ്രാക്കറ്റ്. ഇത് ബ്രാക്കറ്റ് എന്ന് പറയാൻ കാരണം 4ac എന്ന് പറയുമ്പോൾ ഇത് ആദ്യം ഇൻറ്റു ആണ്. അതുകൊണ്ട് ഇൻറ്റു തീരുമാനാക്കണം. അത് സെപ്പറേറ്റ് ആണ്. അതാണ് പറഞ്ഞത്. ആ ഇൻറ്റു സംഖ്യ എന്നാണ് ബി സ്ക്വയർ എന്ത് ചെയ്യേണ്ടത്? ബി സ്ക്വയർ എന്നാണ് ആ ഇൻറ്റു കുറക്കേണ്ടത്. അതാണ് കാര്യം. അപ്പൊ 4 × 1 ഇത് ആദ്യം തീരുമാനാക്കുക. 4 × 1 എത്ര?
4 ഇൻറ്റു -12 എത്ര? അപ്പൊ ഇത് മൊത്തം എന്ത് കിട്ടി? -48 കിട്ടി. -48 എങ്ങനെ കിട്ടി? ഈ 4ഉം ഈ -12ഉം ഗുണിച്ചത് കൊണ്ടാണ്. അപ്പൊ ഈ ബ്രാക്കറ്റുള്ള സാധനം ഇവിടെ തന്നെ വെച്ചു. ഇപ്പുറത്ത് ഈ മൈനസ് ഇല്ലേ, അത് ഞാൻ മൈനസ് ഇങ്ങോട്ട് കൊണ്ടുവരാണ്. പിന്നെ -1² എന്നാ ഏതൊരു മൈനസ് സംഖ്യന്റെയും സ്ക്വയർ എടുക്കുമ്പോ എന്താ വരിക? പ്ലസ് ആ വരിക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ -1 ഇൻറ്റു -1 നിങ്ങൾ ചെയ്ത് നോക്കി, എത്ര നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ? കാൽക്കുലേറ്റർ എടുത്തിട്ട് എല്ലാവരും -1 ഇൻറ്റു -1 ചെയ്തേ. +1 അല്ലേ കിട്ടുന്നത്? അപ്പൊ 1² മൈനസ് ഇവിടെ ഒരു മൈനസ് ഇല്ലേ, -48 എന്നാണ്. മൈനസും മൈനസും അടുപ്പിച്ചു വന്ന 1² + 48 എന്നാണ്. 1² എന്ന് പറഞ്ഞാൽ എന്താ? 1 തന്നെയാണ്. അപ്പൊ 1 + 48 എന്ന് പറഞ്ഞാൽ 49 എന്നാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? വിഘ്ന മൈക്ക് ഒന്ന് ഓഫ് ആക്കിയ. ഓക്കെ, ആവശ്യത്തിന് മൈക്ക് എന്നാ ഇട്ടാ മതി കേട്ടോ. ക്ലിയർ ആയില്ല. എന്താണ്? എല്ലാരും ഒന്ന് കമന്റ് ചെയ്യട്ടോ, ഓക്കെ ആണോ അല്ലേ എന്നുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ കാര്യമാണ് ഞാൻ ഇവിടെ എഴുതാൻ പോണത്, ബാക്കിയൊന്നുമില്ല. -1 ഇവിടെ വരുന്നുണ്ട്, അത് ഓട്ടോമാറ്റിക്കലി 2 മൈനസ് വരുമ്പോ പ്ലസ് ആവും, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. 2 × 1 എന്ന് പറഞ്ഞാൽ 2 തന്നെ വരിക. അപ്പൊ നോക്ക്, ഈ ആൻസർ നമ്മൾ നേരത്തെ കണ്ടെത്തിയ 49 വന്നു. 2 -1 എന്ന് പറഞ്ഞാൽ +1 ആണ്. ഈ +or- ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതുപോലെ ഇട്ടിട്ടുണ്ട്. അപ്പൊ 1 +or- √49 എന്ന് വന്നു. അപ്പൊ നമ്മൾ നോക്കുക, 1 +or- അല്ലേ? ഞാൻ ആദ്യം പ്ലസിന്റെ തീരുമാനമാക്കാം. 1 + √49 എന്ന് പറഞ്ഞാൽ 7 എന്നാണ്. /2. അപ്പൊ എത്ര? 8/2 = 4. ഒന്നാമത്തെ ആൻസർ 4 ആണ്. രണ്ടാമത്തെ ആൻസർ നോക്കുക, ഇത് പ്ലസ് ഇട്ട ഇവിടെ +or- പ്ലസ് ഇട്ടല്ലേ ചെയ്തേ. അപ്പൊ രണ്ടാമത്തെ ആൻസർ ഞാൻ ഇവിടെ എഴുതുന്നേ. എത്ര? 1 - 49ന്റെ സ്ക്വയർ എത്രയാടോ? അല്ല, റൂട്ട് എത്ര? 7. 7/2 എന്ന് പറഞ്ഞാൽ എത്ര? -6/2 എന്ന് പറഞ്ഞാൽ -3 എന്ന് കിട്ടും. ഈ രണ്ട് ആൻസറും ഈ ഇക്വേഷനിൽ ഫിറ്റ് ആവും. നമുക്ക് നോക്കാം ഫിറ്റ് ആവുണ്ടോന്ന്. ഫിറ്റ് ആവേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുക, ഈ ഒരു ആൻസർ, ഈ ഒരു ഭാഗം നോക്കുക. ആൻസർ ആദ്യം ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനെ രണ്ടും നമ്മൾ ചെയ്തു. അങ്ങനെ ഫൈനൽ ആൻസർ 4 അല്ലെങ്കിൽ -3 എന്നാണ്. അപ്പൊ ഞാൻ ആദ്യം 4 ഇട്ടതൊന്ന് ചെയ്യാതെ. x² എന്ന് പറഞ്ഞാൽ എത്ര? x എന്ന് പറഞ്ഞാൽ 4. അപ്പൊ 4ന്റെ സ്ക്വയർ -4 -12 = 0. അപ്പൊ 4ന്റെ സ്ക്വയർ 16. 16 - 4 -12. അപ്പൊ 16ന്ന് 4 വർഷം എത്ര? 12. 12 - 12 = 0. ക്ലിയർ ആണല്ലോ? ഇത് നിങ്ങൾ ചെയ്യേണ്ടട്ടോ. ഇവിടെ ഒറ്റം എഴുതി നിർത്താൻ പറ്റും. എക്സിന്റെ ആൻസർ കാണാനേ ഉദ്ദേശമുള്ളൂ. ഞാൻ അതൊന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യാണ്. ഇനി നോക്കുക, 3ന്റെ സ്ക്വയർ -3 ആണെങ്കിൽ -3² മൈനസ് എക്സ് എന്താ? -3 ആണ്. അപ്പൊ -3 -12 = 0 എന്ന് വരും. അപ്പൊ -3ന്റെ സ്ക്വയർ എത്ര? 9. -3 പറഞ്ഞാൽ +3 -12 അങ്ങനെ എടുത്തു. ആൻസർ എത്ര? 0. അപ്പൊ 9 + 3 എന്ന് പറഞ്ഞാൽ 12. 12 - 12 = 0. രണ്ട് ആൻസറും ഫിറ്റ് ആവണില്ലേ? അപ്പൊ ഒന്നിന് രണ്ട് ആൻസർ ആന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ആൻസറും ഇതിൽ വർക്കിംഗ് ആണ് എന്നർത്ഥം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത് ഇന്നലെ ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു അവിടെ മൈനസ് കൃത്യമായിട്ട് എടുത്തില്ല. അപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ രണ്ടാമത് ചെയ്ത സമയത്ത് ആദ്യം ചെയ്ത് കിട്ടി, പക്ഷെ രണ്ടാമത് ചെയ്ത സമയത്ത് എന്തോന്ന് എടുക്കാൻ വിട്ടുപോയി. അപ്പൊ രണ്ട് ഇക്വേഷനും വർക്കിംഗ് ആണ്. കോൺട്രാക്ട് അതുകൊണ്ടാണ് ഇക്വേഷൻ തന്നെ അങ്ങനെ ഇട്ടത്. -2 +or- √b² -4ac / 2a. എല്ലാരും പറയും, സ്വന്തമായിട്ട് പറഞ്ഞാൽ മതി. -b +or- √b² -4ac / 2a. ഒന്നും കൂടെ എന്റെ കൂടെ പറയണ്ടായിരിക്കൂല, ഞാൻ പൊട്ടനാവുക. സ്വന്തമായിട്ട് മെല്ലെ പറഞ്ഞാൽ മതി. പെരേന്ന് ഉറക്കെ പറയുമ്പോ എന്റെ കുട്ടിക്ക് പിരാന്തായ ചുമ്മാ കയറി വരണ്ട. അപ്പൊ മെല്ലെ പറഞ്ഞാൽ മതി. -b പറയണം. -b +or-
റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a ഒന്നും കൂടെ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a. സെറ്റാണോ 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 സെറ്റാണോ? എല്ലാവരും കമന്റ് ചെയ്യും. കമന്റ് കമന്റ് കമന്റ്. സെറ്റാണ്. യെസ് യെസ്. ഓക്കെ, അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ആൻസർ പെട്ടെന്ന് ചെയ്യുക. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കി. സെറ്റാണ് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. ഇങ്ങനെ ഓരോന്ന് ചെയ്ത് നോക്കി. എഴുതിയിരുത്തണോ? അപ്പൊ തന്നെ ഞാൻ പറയുന്നതിന്റെ മുന്നേ എഴുതിയിരുത്തണോ? നോക്കി കണ്ടു ചെയ്താൽ മതി കേട്ടോ. ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക, മറ്റേ ഒരു കൺഫ്യൂഷൻ ആയിക്കാരോ. ഈ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി -4 ഇൻറ്റു -12 എന്ന് വരും. അപ്പൊ 48 എന്നാവും. +1 എന്ന് പറയുമ്പോൾ അങ്ങനെ 49 വരും കേട്ടോ. നിങ്ങൾ ബ്രാക്കറ്റ് ഞാൻ അവിടെ ക്ലിയർ ആയി പോന്നോട്ടെ എന്ന് എഴുതിയിട്ടാണ്. രണ്ട് രീതിയിലും ആൻസർ ക്ലിയർ തന്നെയാണ്. ഇതാണ് ആൻസർ. ഫൈനൽ ആൻസർ ഇതുവരെ വരും. ഈന്നോ? ഫുള്ള് കാണുന്നില്ലേ? യെസ്, ലാസ്റ്റ് ആൻസർ -3 4 ആണ് തന്നെ കാണുന്നുണ്ടല്ലോ അല്ലെ. ഇത് യൂട്യൂബിൽ ലൈവ് കയറ്റാൻ പറ്റും. ഞാൻ വെറുതെ നിക്ക് ചെയ്ത് നോക്കട്ടെ. ഇതിന്റെ കീ അടിച്ചു കൊടുക്കണം. ഞാൻ മറന്നാണ്. പിന്നെ അടുത്ത ഇതിന് എവിടെപ്പത് അലാക്കിന്റെ ഒളുങ്ങഞ്ഞി ആയോ? പറയൂ പറയൂ. എഴുതിട്ടുന്ന എല്ലാരും? യെസ്, ലൈവ് കഴിഞ്ഞോ? ആരാ ലൈവ് കഴിഞ്ഞില്ല? ലൈവ് കഴിഞ്ഞില്ല. ഞാൻ അവിടെ തൊള്ളാട്ടിക്കുന്നില്ല. നിങ്ങള് റിദ്വാൻ വന്നത് അറിയിച്ചിട്ടുണ്ടല്ലേ? എപ്പോഴാ വന്ന റിദ്വാനെ? കുറെ നേരമായി. ആയിക്കോട്ടെ, ഞാൻ നോക്കിക്കൊണ്ട് ലാസ്റ്റ് റിപ്പോർട്ട് കിട്ടുമല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അപ്പം ഇതാ, ഇതൊന്ന് സോൾവ് ചെയ്യാനാണ് പറയുന്നത്. ഇത് സോൾവ് ചെയ്യാനാണ് അടുത്തതായിട്ട് പറയുന്നത്. നെറ്റ് സ്ലോ ആണ്. ഓക്കെ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത്. ഇവിടെ നിന്നായിരുന്നു നമ്മൾ ഇത് മിസ്സായിരുന്നത്.
നോക്കുക ഇതെങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനാദ്യം നമ്മളെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ബേസ് ഫോമിലേക്ക് കൊണ്ടുപോകണം. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ബേസ് ഫോമിലേക്ക് കൊണ്ടുപോകണം. അതാണ് ആദ്യ പണി. ഏതാ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ബേസ് ആയിട്ടുള്ള ഫോം? ഇതിലേക്ക് കൊണ്ടുപോകണം. ax² മൈനസ് bx മൈനസ് c = 0യിലേക്ക് എങ്ങനെയാണ് കൊണ്ടുപോകാന്നാണ് നമ്മൾ ആദ്യത്തെ പരിപാടി ട്ടോ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം 2x പ്ലസ് 5/x = 7 എന്നാണല്ലോ. അപ്പൊ നമ്മൾ ആദ്യം ഇതിനടിയിൽ ഒരു 1 ഇട്ട് കൊടുക്കുക. അത് എന്തിനാ വെച്ചാൽ അതിന്റെ ആവശ്യമൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കുക എന്നിട്ട് എന്ത് ചെയ്യാച്ചാ ഈ 0 നമ്മുടെ ഇക്വേഷൻ എന്താ ax² പ്ലസ് bx മൈനസ് c = 0 എന്നല്ലേ. അപ്പൊ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നമുക്ക് സോൾവ് ചെയ്യാം. ഈ ഒരു ഫോമിലേക്ക് എങ്ങനെ കൊണ്ടുവരാന്ന് ഞാൻ നോക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അതെന്താ 2x² പ്ലസ് ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എത്ര വരും 5. ഓക്കെ, പിന്നെ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. 7x 7ഉം x ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷെ -7x എന്നാടല്ലേ = 0 കാണില്ല. കാണില്ല, ആർക്കും കാണില്ല. നോബഡി കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആളൊന്ന് ലെഫ്റ്റ് അടിച്ച് കയറുക. ഓക്കെ, ഒന്നും കൂടെ ഞാൻ പറയുന്നു, യു ക്യാൻ ശ്രദ്ധിക്കാം. അതായത് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നേരത്തെ എഴുതിയത് ആദ്യം നിങ്ങൾക്ക് ഒന്ന് വേറെ സിമ്പിൾ ഉദാഹരണത്തിൽ ഒന്ന് കാണിച്ചു തരാം. 3 പ്ലസ് 6/2 = എത്ര? ഇത് 3 ഇത് 3 6/2 = 6 എന്നല്ലേ. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ പോലെ ചെയ്യാം. എന്താ ചെയ്തത്? 3/1 പ്ലസ് 6/2 = 6. ഇത് ആൻസർ ക്ലിയർ ഔട്ട് നോക്കുക. എങ്ങനെ? 3ഉം ഇത് 2 ആണ്. 3ഉം 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു 6 പ്ലസ് 1ഉം 6ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു 6 മൈനസ് 2. പിന്നെന്താ നമ്മൾ ചെയ്തത്? ഇത് രണ്ടും തമ്മിൽ ഗുണിച്ചു, അതാണ് 7x എന്ന് എഴുതിയിരുന്നത്. അപ്പൊ -12 = 0 കിട്ടുന്നുണ്ടോ? 6 6ഉം 12 12 - 12 = 0. ആ പണിയാണ് ഇവിടെ ചെയ്യാൻ പോണത്. ഇത് രണ്ടും നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു 2x² പ്ലസ് 2x² പ്ലസ് 5ഉം ഇവിടെ നമ്മൾ ഇട്ട 1ഉം തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അതുകൊണ്ടാണ് 1 നമ്മൾ കാണാത്തത്. 5 പിന്നെന്താ -7x = 0. ഇത് രണ്ടും വെക്കുമ്പോ ക്ലിയർ ആവുണ്ടോ നിങ്ങൾക്ക്? -7x കിട്ടി. അത് = ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ ചെയ്യണതേ. അപ്പം എന്നിട്ട് x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ കണ്ടോ, ഇവിടെ എന്താ ചെയ്തത്? 6ഉം 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോ 6 ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് -12 എന്നുള്ള രീതിയിൽ എടുത്തു ട്ടോ. അപ്പൊ അതാണ് നമ്മളിപ്പോ അത് ഞാൻ ആദ്യം ഒന്ന് പ്രൂവ് ചെയ്തു എന്ന് മനസ്സിലാക്കുന്നത്. ഇതെല്ലാവർക്കും ഓക്കെ ആണോ എന്ന് ആദ്യം കമന്റ് ചെയ്യും. ഈ പറഞ്ഞത് ഓക്കെ ആണോ? കമോൺ അവരിവിടെ. ഓക്കെ, കുട്ടിക്ക് ലൈവ് രസമാണെങ്കിൽ കുറച്ച് ഞാൻ കോമാളിയാണോ? അത്രേ ഉള്ളൂ. അതാ പറഞ്ഞേ. അപ്പൊ എന്താ പിന്നെ വർത്താനം? എന്നിട്ട് എന്താടാ ആരും ഒരു വോയിസിലൊന്നും വരാത്ത? ഞാന് ലെക്ചറിങ് 2 മിനിറ്റ് നിർത്തി. നിങ്ങൾക്ക് കഴിയുന്നവരൊക്കെ ഒന്ന് വോയിസിൽ എന്തെങ്കിലുമൊക്കെ പറയും. ക്യാമറ ഓണാക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഓണാക്കി. ആ സഫാനൊക്കെ എന്താ ക്യാമറ ഓണാക്കി ഇവിടെ?
ഇല്ലല്ല സ്വപ്പം ക്യാമറ ഓണാക്കൂല. എന്താ കുപ്പാടാ നിക്കേക്കാരല്ലേ? യൂസറിന് മനസ്സിലായി വളവൻ. ആയിക്കോട്ടെ. അപ്പൊ എന്നാ നമ്മള് മലയാളം ആയിക്കോട്ടെ. മലയാളം ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ്. ഓക്കെ, നമ്മൾ ബാക്കി ചെയ്യാം. ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ആദ്യം. അപ്പൊ 2x² പ്ലസ് 5ഉം ഇവിടെ 1 ഉണ്ട് എന്ന് കരുതുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 5 എന്നായി. എന്നിട്ട് നമ്മൾ ഈ 7ഉം എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. പക്ഷെ 7 ഇങ്ങോട്ട് വരുമ്പോൾ -7x എന്നായി. അപ്പൊ അതിന്റെ ആൻസർ 0 എന്നാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഇനി ആ പണിയാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. മൾട്ടിപ്ലൈ ബൈ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പൊ എന്താ കിട്ടുക? ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ സാധനം കിട്ടും. 2x² - 7x + 5. ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് ആയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. പിന്നെ എന്തിനാ എങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇക്വേഷനുകൾ നോക്കി. ax² + bx - c = 0 എന്നല്ലേ? അതുകൊണ്ടാണ് ഇവൽ എന്ത് ചെയ്തത്? ഇങ്ങനെ ആക്കി. നമ്മൾ എഴുതി എങ്ങനെയായിരുന്നു? 2x² + 5 - 7x = 0 എന്നല്ലേ? നിങ്ങൾ നോക്കിയടോ. 6 + 5 - 2 എന്നുള്ളത് 6 - 2 + 5 എന്ന് എഴുതിയാലും ആൻസർ സെയിം അല്ലേ വരിക? ആ പണിയാണ് ഇപ്പൊ. അന്ന് മാറ്റിയെന്നുള്ളൂ കേട്ടോ. ആ ഒരു ഫോമിലേക്ക് കറക്റ്റ് കൊണ്ടുവരാൻ ചെയ്തതാണ്. എന്താ ചെയ്തത്? ഒന്നും കൂടെ. 2x² + 5 - 7x = 0 എന്നുള്ളത് ഇവരെന്ത് ചെയ്തു? അതിന്റെ ഓർഡർ ഒന്ന് തെറ്റിച്ചു. ഇതിനുള്ളിൽ തന്നെ ഓർഡർ തെറ്റിക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ. 2x² - 7x + 5 = 0 എന്നാക്കി. അതേപ്പോ മാറ്റുള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? കമന്റ് കമന്റ് കമന്റ്. മനസ്സിലായിനെ? മനസ്സിലായി. ചോക്ലേറ്റ് കുറച്ച് കണ്ട മതി. ഇതിങ്ങനെ ഞാൻ ഫുള്ള് തന്നു. ഞാൻ ഇവർക്ക് ചോക്ലേറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. അതിലൊന്നും ഇല്ലേ? കവറ് മാത്രമേ ഉള്ളൂ. തോത്തണം. 150 റുപ്യന്റെ ചോക്ലേറ്റ് ആണ്. യെസ്. നിങ്ങള് കഴിയുന്ന റിഫ്ന ഉണ്ട്. നിങ്ങള് കഴിഞ്ഞു റിഫ്ന ഉണ്ട് ഇതില്. നിനക്ക് ഇന്ന് ബാത്റൂം. ശരി, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ആയിക്കോട്ടെ. എന്നാല് ഇതാണ് ഇപ്പൊ അവസ്ഥ. ഇവിടെ പേന. ഓക്കെ, അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. ശ്രദ്ധിക്കുക. ഇപ്പൊ എന്തായി മാറി? ഇനി നിങ്ങൾ എല്ലാരും പറയും കമന്റ് ബോക്സിൽ. ഏതാണ് ഈ ഇത്? നമ്മൾ ഈ ഒരു സാധനം നോക്കിയിട്ട് ax² - b പ്ലസ് ഇട. തൽക്കാലത്തിൽ ഇതിനനുസരിച്ച് മൈനസ് അല്ലേ? -bx + c = 0 എന്ന് പറയുന്നതില് a എത്രയാണ്, b എത്രയാണ്? എല്ലാരും പെട്ടെന്ന് എല്ലാരും ഇപ്പൊ കമന്റ് ഇട്ടിട്ട് എന്താണ് എന്നുള്ളതാണ്. A2 എല്ലാരും A2 ആണോ കമന്റ് ചെയ്ത്? AW 2ന്റെ മേലെയാണ് W. അതാണ് ടൈപ്പ് ചെയ്ത് മാറിയ 2. അപ്പൊ എല്ലാവർക്കും ബുദ്ധിണ്ട്. A2 ആണ്. കാരണം 2ന്റെ സ്ഥലം. ഇനി എല്ലാരും B എന്താണ്? B എഴുതിക്കോളി. B 5 എന്നോ? 5 ആണോ B? നോക്കിയിട്ട് B നമ്മളെ B എവിടെ നിൽക്കണ നോക്കി നിങ്ങള്. BX, ബിന്റെ കൂടെ X വേണം.
സിന്റെ കൂടെ എക്സ് വേണ്ട. അപ്പൊ എല്ലാരും ബി എവിടെ 5 എഴുതിയാലൊക്കെ ഒന്ന് കൺഫേം ആക്കി. -7. കാരണം എന്താ, ഞാൻ പറഞ്ഞ ഈ ഫോമിലേക്ക് നോക്കി, എ എക്സ് സ്ക്വയർ മൈനസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0. അപ്പം എക്സ് കൂടെ ഉള്ള എക്സ് സ്ക്വയർ കൂടെ ഉള്ള എ ആണ് 2. പിന്നെ എക്സ് കൂടെ ഉള്ള ഇതേതാ -7. പിന്നെന്താ വെറും സംഖ്യ മാത്രം നിൽക്കണ, അപ്പൊ അവിടെ സി അതെന്താണ് 5. ഈ രീതിയിലാണ് വരിക. കൺഫേം ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാരും 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 ഓക്കെ ആണോ അല്ലേ? എല്ലാരും നല്ല ശ്രദ്ധിക്ക്. നമുക്ക് BNM ഫുള്ള് O ഗ്രേഡ് കിട്ടണം. ഓക്കെ ഓക്കെ ഓക്കെ. ഡൗട്ട് ഉള്ളവർ ചോദിക്കണേ. എനിക്ക് പ്രത്യേകിച്ച് ഷാദിയ അതുപോലെ തന്നെ സഫ്വാന് ഇവര് 5 എഴുതിയിരുന്നു. അത് നിങ്ങൾക്ക് റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാനാണ്. പെട്ടെന്നൊന്ന് കണ്ടതുകൊണ്ട്. പേരെടുത്ത് പറഞ്ഞ നിങ്ങളെ മോശമാക്കാനല്ല, നമ്മൾ തന്നെയല്ലേ. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ എക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താ പറയ്? -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac ഡിവൈഡ് ബൈ 2a. ആ ഇക്വേഷനിലേക്ക് ഈ ഓരോന്നിനെയും ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്യല്ലേ? നോക്കിക്കോ. -b എത്ര വരിക? ബി തന്നെ എന്താ മൈനസ് ആണ്. അപ്പൊ -7 വരും. b² എന്ന് പറഞ്ഞ എത്ര? ഞാൻ കാണിക്കാം. കഴിഞ്ഞതിൽ കാണിച്ചല്ലേ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരു മിനിറ്റ് നോക്കി. ഞാൻ എഴുതൂല, നിങ്ങൾ നോക്കി എന്നിട്ട് ഞാൻ അത് അണ്ടിടും, സ്ലൈഡ് ഇടും. നിങ്ങളെ മനസ്സിലേക്ക് ഇങ്ങനെ ആ ആൻസർ ഇങ്ങനെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യണ ആലോചിച്ച് നോക്കി. മേലെന്ന് b², അപ്പൊ ബി എടുത്തു, -b², അപ്പൊ a എടുത്തു, -a എടുത്തു, സ്ക്വയർ ഇട്ട് കൊടുത്തു. 4 അങ്ങനെ തന്നെ വെച്ചു. ഏതാ അവിടെ 2, സി ഇതാ അവിടെ 5, 2 ഇവിടെ ഉണ്ട്, ഏതാ ഇവിടെ, ഇങ്ങനെ ഇങ്ങനെ എടുത്തു വെക്കി മനസ്സിക്ക്. അപ്പൊ നമുക്ക് നോക്കാം. ആ ഫിറ്റ് ചെയ്ത ഇക്വേഷനാണ് ഞാൻ ഇടുന്നത്. എന്താണ് -b എന്ന് പറയുമ്പോ -7, -b എന്ന് പറയുമ്പോ -b എന്ന് പറഞ്ഞാൽ -7 ആണ്. അപ്പൊ -b എന്ന് പറഞ്ഞാൽ എന്താ -7 ആണ്. ഓക്കെ. പ്ലസ് ഓർ മൈനസ് ഇവിടെ ഉള്ള പ്ലസ് ഓർ മൈനസ് അതുപോലെ നമ്മൾ ഇവിടെ ഇട്ടു. b² എന്ന് പറഞ്ഞാൽ -7² എന്നാണ്, അത് ഇവിടെ ഇട്ടു. പിന്നെ മൈനസ് ചിഹ്നം ഇവിടെ ഉണ്ടായിരുന്ന മൈനസ് ചിഹ്നം അതുപോലെ ഇട്ടു. 4 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. നമ്മൾ 2 നമ്മൾ ഇവിടെ എഴുതി. സി എന്ന് പറഞ്ഞ 5 ആണ്, 4 ഞാൻ ഇട്ടത്. സി എന്ന് പറഞ്ഞ 5 ആണ് കേട്ടോ, അറിയാതെ ഇട്ട് പോയതാണ്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. 5 ആണ് കേട്ടോ, 5 സി 5. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ വന്നപ്പോ റെഡി ആയിരുന്നു? ഇല്ല, ഇങ്ങോട്ടും റെഡി ആക്കിയില്ല. അപ്പൊ പാടിയാണ്. ഓക്കെ. അപ്പൊ ആൻസർ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ ഒന്ന് കാണിക്കാം. ആദ്യം ഇതൊന്ന് മാറ്റട്ടെ. സി എന്ന് പറഞ്ഞാൽ 5 അല്ലേ? സി എന്ന് പറഞ്ഞാല് 5. അപ്പം 4 10 40. ജസ്റ്റ് മിനിറ്റ്, ഞാൻ അതൊന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് സോൾവ് ചെയ്യട്ടോ. സോൾവ് ചെയ്യ്. ഞാൻ അപ്പോൾ തന്നെ ഇതൊന്ന് തീരുമാനാക്കട്ടെ. സ്ലൈഡ് ഞാൻ ഇടുന്നുണ്ട്, തൽക്കാലം സ്ലൈഡ് ഇടുന്നുണ്ട്. സോൾവ് ചെയ്യട്ടെ. എന്താ കാരണം? -5 സി കൊടുത്തത് പേച്ചിട്ടുണ്ട്. ഇതാ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഒന്ന് സോൾവ് ചെയ്യട്ടോ. മറ്റേ ഇക്വേഷൻ എഴുതിയൊക്കെ താറുമാറായിട്ടുണ്ട്.
ഇത് വരും 49 വരുമ്പം a സ്ക്വയർ 49 4 2 4 2 8 8 5 40 40 40 49 9ന്റെ ഇങ്ങോട്ട് എങ്ങനെ റെഡിയായി 9ന്റെ സ്ക്വയർ ഓക്കെ അപ്പം ഞാൻ റെഡിയാക്കാം ഓരോരോ ഗുലുമാല് 1 ആണോ ആൻസർ 1 ഒറ്റ ആൻസർ നിങ്ങൾ പറയാൻ പാടില്ല ഞാൻ പറഞ്ഞില്ലേ ഒറ്റ ആൻസർ എന്തുകൊണ്ട് പറയാൻ പാടില്ല എന്തുകൊണ്ട് ഒറ്റ ആൻസർ പറയാൻ പാടില്ല പ്ലസ് ഓർ മൈനസ് വരുന്നുണ്ട് പ്ലസ് ഓർ മൈനസ് വരുന്നുണ്ട് ഇതാ ഞാൻ മൈനസ് ഇത് റെഡിയാക്കിന് കേട്ടോ ഒക്കെ ടൈപ്പ് ചെയ്യുന്നതിൽ ഇത് വന്നത് കണ്ടില്ലേ 5 എന്നുള്ളത് -5 തന്നെ ആക്കിന് അല്ല 4 എന്നുള്ളത് 5 ആക്കിന് കേട്ടോ ഇവിടെ സിന്റെ ഈ ഇത് മാറ്റാനാണ് ഞാൻ പോയത് ഇപ്പോ ഓക്കെ അപ്പൊ നോക്കുക നമ്മുടെ ആൻസർ എന്തായി മാറി 49ന്റെ സ്ക്വയർ എത്രയാടോ അല്ല എന്റെ സ്ക്വയർ എത്ര 49 -49 ആണെങ്കിലും -a ഇൻറ്റു -a സ്ക്വയർ ചെയ്യലിങ്ങനല്ലേ അപ്പൊ നിങ്ങൾക്ക് 49 എന്നല്ലേ ആൻസർ കിട്ടണേ 49 പിന്നെ ഇത് നോക്കുക 4 × 5 അല്ല 4 × 2 ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല മറ്റേ കാര്യം കുഴപ്പമില്ല 4 × 2 8 8 × 5 40 എന്നിട്ട് നടുവിലെ മൈനസ് ചിഹ്നം ഇട്ടു അപ്പൊ 40 അപ്പൊ എന്തായി മാറി 7 പ്ലസ് ഓർ മൈനസ് 49 മൈനസ് 40 എന്ന് പറയുമ്പോൾ റൂട്ട് 9 എന്നായി ഡിവൈഡ് ബൈ 4 എന്നായി അപ്പൊ നിങ്ങൾ എടുത്തോ 7 പ്ലസ് മാത്രം എടുക്കുക ആദ്യം 7 പ്ലസ് 3 റൂട്ട് 9ന്റെ റൂട്ട് കാൽക്കുലേറ്റർ നോക്ക് 3 അല്ലേ ഉള്ളത് 4 ഓർ മൈനസ് 3 ഡിവൈഡ് ബൈ 4 അപ്പൊ ഇത് നോക്ക് 11 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പം 11 അല്ലല്ലേ സോറി 10 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പം 2.5 7 മൈനസ് 3 എന്ന് പറയുമ്പോൾ 4 അപ്പൊ 4 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 1 അതുകൊണ്ടാണ് പറഞ്ഞത് 1 എന്നുള്ള ആൻസർ ശരിയാണ് പക്ഷെ 1 മാത്രമല്ല ഇതിന്റെ ആൻസർ 2.5 ഇതിന്റെ എന്ത് തന്നെയാണ് ആൻസർ തന്നെയാണ് ക്ലിയർ ആണോ ഇനി അത് നിങ്ങൾ ഇതിൽ ഫിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് റെഡി ആവും നിങ്ങൾ 2 × 2.5 ചെയ്ത് നോക്കി അപ്പോൾ ഇവിടെ 5 കിട്ടും ഇവിടെ 2.5 വരും 5 ഡിവൈഡ് ബൈ 2.5 പറഞ്ഞാൽ 2 തന്നെ 2 5 പ്ലസ് 2 പറഞ്ഞാൽ 7 ഇനി 1 അല്ല ആൻസർ അപ്പൊ നിങ്ങൾ നോക്ക് 2x എന്ന് പറഞ്ഞാൽ 2 × 1 2 5 ബൈ എക്സ് പ്ലസ് 7 എന്നായി 5 ബൈ 1 5 ഇവിടെ 2 × 2 എന്ന് പറഞ്ഞാൽ 2 തന്നെ 5 ബൈ എക്സ് 5 ബൈ 1 പറഞ്ഞാൽ പ്ലസ് 5 അതന്നെ ഇവിടെ പ്ലസ് അല്ലായിരുന്നു ചിഹ്നം അപ്പൊ = 7 രണ്ടിനും ആൻസർ വരുന്നുണ്ട് ഓക്കെ ഒന്നും കൂടെ പറയാം ഞാനൊന്ന് ധൃതി പിടിച്ചു പോയതാണ് നോക്കുക പറഞ്ഞുകൊടുത്ത് ഫൈനൽ ആൻസർ a പ്ലസ് 3 അങ്ങനെ 4 വരുന്നുണ്ട് 2.5 a മൈനസ് 3 4 വരുന്നുണ്ട് 4 ഡിവൈഡ് ബൈ 4 പറയുമ്പോൾ 1 ആർ യു ഓക്കെ റെഡി ആണോ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ രണ്ടാമത് പറയണോ രണ്ടാമത് പറയണോടോ ഓക്കെ ഷാദി ഓക്കെ പറഞ്ഞു ആർക്കെങ്കിലും രണ്ടാമത് പറയണമെങ്കിൽ ഒരു മടി വേണ്ട 12 മണിക്ക് ആർക്കെങ്കിലും രണ്ടാമത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഏതായാലും ആരും പറയുന്നില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാം ഒന്നും കൂടെ പറയാം കിട്ടിയത് 7 പ്ലസ് 3 ഇത് നോക്കാം ഇതാ ഇവിടെ 7 പ്ലസ് 3 എന്നായത് 7 പ്ലസ് ഓർ മൈനസ് റൂട്ട് 49 മൈനസ് 40 ഡിവൈഡ് ബൈ 4 എന്നാണല്ലോ നിങ്ങൾ ആദ്യം 49 ബൈ 40 എന്ന് പറഞ്ഞാൽ എന്താ 49 മൈനസ് 40 എന്ന് പറഞ്ഞാൽ 9 ആണ് അപ്പൊ ഇങ്ങനെ വരും 7 പ്ലസ് ഓർ മൈനസ് 9 ഡിവൈഡ് ബൈ 4 എന്നാവും അപ്പൊ ഈ റൂട്ട് 9ന്റെ ആൻസർ എന്താ കാൽക്കുലേറ്റർ എടുക്കുക റൂട്ട് 9 നോക്കുക 7 പ്ലസ് ഓർ മൈനസ് 3 ഡിവൈഡ് ബൈ 4 എന്നാവും ഓക്കെ അല്ലേ ഓക്കെ
പിന്നെ ഇത് നമ്മൾ പ്ലസും മൈനസും ഇട്ട് ചെയ്യാന്നേ ഉള്ളൂ. എ പ്ലസ് 3 ഡിവൈഡ് ബൈ 4 ചെയ്യും, എ മൈനസ് 3 ഡിവൈഡ് ബൈ 4 എന്നും ചെയ്യും. ബോത്ത് ആൻസേഴ്സ് ആർ കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. ഓക്കെ, രണ്ട് ആൻസർ ഉണ്ടാവും, അത് മനസ്സിലാക്കിക്കുക. അത് പ്രാക്ടിക്കൽ എക്സാമ്പിളില് ഇതിലിപ്പോ എങ്ങനെ വരുള്ളൂ. പക്ഷെ ഒരു മാത്സ് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യല്ലേ ചെയ്യുക, അല്ലാതെ വെറുതെ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ചെയ്യാന്നല്ലല്ലോ മാത്സിന്റെ യഥാർത്ഥ ഉദ്ദേശം. പ്രാക്ടിക്കലി ചെയ്യുമ്പം മൈനസ് ആണോ വേണ്ടത് പ്ലസ് ആണോ വേണ്ടത് എന്നുള്ളത് ആ പ്രാക്ടിക്കൽ സിനാരിയോ ഒന്ന് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ഏരിയ കിട്ടിയത് എങ്ങനെയാന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. 2x പ്ലസ് 5/x ഈസ് ഈക്വൽ ടു 7 എന്നാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ ഡിവൈഡ് ബൈ 1 കൊടുക്കുക, ഇത് രണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, 2x² പ്ലസ് ഇത് രണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പൊ 5 തന്നെയായി, ഈസ് ഈക്വൽ ടു 7 എന്ന് വരും. ഇനി ഇത് 0 കൊടുക്കാൻ വേണ്ടി 2x പ്ലസ് 7x എന്നാണ് കേട്ടോ, ഇങ്ങോട്ട് വരുമ്പോ ഇതാക്കാൻ വേണ്ടിട്ടോ 7x സോറി മൈനസ് 7x എന്ന് കൊടുക്കുക. പിന്നെ അപ്പൊ 0 ഈ ഫൈനൽ ഇതിലേക്ക് കൊണ്ടുവരാനാണ് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സെയിം ഇതിലേക്ക് ax² പ്ലസ് bx മൈനസ് c ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ആ ഒരു ഫോമിലേക്ക് കൊണ്ടുവന്നതാണ് ഈ ചെയ്തത്. ഓക്കെ, പിന്നെ ഇവിടെ എങ്ങനെ 7x ഇങ്ങോട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ ഇങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അടുത്ത പണി എടുത്തു, അതെന്താണ് മൈനസ് എന്നുള്ള ഈ ഒരു സാധനം ചെയ്തു എന്നുള്ളത്. ഓക്കെ ഓക്കെ, ഇതോടുകൂടെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞാണ്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് അല്ലെ, ഒരു ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ, ഒരു മിനിറ്റ് നോക്കട്ടെ കേട്ടോ, ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഉള്ളൂ, അത് നമ്മളൊന്ന് ചെയ്ത് നോക്കാം. ഇതൊക്കെ അല്ല, ഇതെല്ലാവരും എഴുതിയെടുത്താണോ? എല്ലാവരും എഴുതിയെടുത്താണോ എന്ന് പറയും. കമന്റ് ചെയ്യും, എഴുതിയെടുത്തണോന്ന് കമന്റ് ചെയ്യും, എല്ലാവരും കമന്റ് ചെയ്യും. ഇല്ല, എഴുതിയെടുത്തില്ലെങ്കിൽ നേരെ എഴുതിയെടുക്കാം. എഴുതിയെടുക്കാൻ ഞാൻ ടൈം തരും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യമായിട്ട് കേൾക്കണോല് ഇതിന്റെ കൂടെ എഴുതിയാൽ കോളാവും. അതുകൊണ്ട് പിന്നെ അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ വെറുതെ കോപ്പി പേസ്റ്റ് ചെയ്യും ചെയ്യരുത്, മനസ്സിലാക്കി ഇങ്ങനെ എഴുതുക. 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ് നമ്മൾ തരും, നോ പ്രോബ്ലം. എന്നാ പെട്ടെന്ന് എഴുതിക്കോളി, നോക്കി നോക്കി എഴുതിയാൽ മതി ഓരോന്നും. മുഹമ്മദ് what are you doing? ചെയ്ത് കഴിഞ്ഞെങ്കിൽ അറിയിക്കണേ. അതിനൊക്കെ വരവും ചെലവും കാണിക്കാതെ നമുക്ക് വേറെ ഇൻകം ടാക്സിൽ വേറെ ബിസിനസ് കാണിക്കാം. റോട്ടിൽ ഇറങ്ങിയിട്ട് തക്കാളി വിൽക്കുന്ന പരിപാടിയൊക്കെ കാണിച്ചൂടെ, അതൊന്നും വിഷയമല്ല. എത്ര അക്കൗണ്ടിൽ വന്നതെന്നുള്ളത് ഏകദേശം ഒരു കണക്കുണ്ടാക്കണം നമുക്ക്, എന്നതിനനുസരിച്ചാണ് ചെയ്യേണ്ടത്.
കഴിഞ്ഞു അല്ലേ? എല്ലാവരും കഴിഞ്ഞോ? ഒരാൾ കഴിഞ്ഞത് എഴുതിയിട്ടുണ്ട്, ഒരാളും കൂടെ കഴിഞ്ഞു എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് -b ഓക്കെ. ഇതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. x into x plus 1 into x plus 2 minus 3 is equal to 0. ഇത് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ചെയ്ത് നോക്കണം നിങ്ങള്. ചെയ്തു നോക്കുന്നോ? ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലോ. ഈ ഒരു ക്വസ്റ്റ്യനും പിന്നെ വേറെ ഒരു എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യനും കൂടെ കാണിക്കാൻ പറഞ്ഞു. വേറെ പ്രശ്നമൊന്നുമില്ല. എത്തില്ല. അത്രേ ഉള്ളൂ, വേറത്തില്ല. ഓക്കെ, ഇതെങ്ങനെ ചെയ്യടോ? ഇതൊന്നുമില്ല. ഇത് ആദ്യം ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാന്നുള്ളതാ. ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോ എങ്ങനെ വരുന്നെന്നുള്ളത്, ഒരു മിനിറ്റ് മാർക്കർ എടുക്കട്ടെ, പേൻ എടുക്കട്ടെ. ഇതാ, ഇതിങ്ങനെ ഓരോന്നും സോൾവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എക്സ് സ്ക്വയർ വരുന്നേ, പിന്നെ എക്സും തമ്മിൽ ഗുണിക്കുമ്പോൾ എക്സ് സ്ക്വയർ വരുന്നേ, എക്സും 2ഉം തമ്മിൽ ഗുണിക്കുമ്പോൾ പ്ലസ് അല്ലേ ചിഹ്നം, അപ്പൊ 2x വരുന്നേ. പിന്നെ എന്താണ് 1ഉം എക്സും തമ്മിൽ ഗുണിക്കുമ്പോൾ എന്ത് വരുന്നത്? ഈ എക്സ് വരുന്നേ, പ്ലസ് ചിഹ്നം ഇട്ടിട്ടോ, ഒക്കെ പ്ലസ് ആയതുകൊണ്ട്. പിന്നെ 1ഉം 2ഉം തമ്മിൽ ഗുണിക്കുമ്പോൾ എന്ത് വരുന്നേ? 2 വരുന്നേ. -3 അതുപോലെ എടുത്തു. അപ്പൊ ഒന്നും കൂടെ പറയാം. അപ്പൊ ആർക്കൊക്കെ തലയിൽ കൂടെ എന്തോ പുകഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് ഇത് രണ്ടും തമ്മിൽ ഗുണിക്കുകയാണ്. അപ്പൊ എന്താ ചെയ്തത്? ഈ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 2x പ്ലസ് 1 ഇൻറ്റു എക്സ്, 1x എന്ന് എഴുതണ്ട, എക്സ് എന്ന് എഴുതിയാൽ മതി. 1 ഇൻറ്റു 2 പ്ലസ് 2, 3 പിന്നെ സെപ്പറേറ്റ് അല്ലേ, -3 ഈസ് ഈക്വൽ ടു 0. എന്താ അവസ്ഥ? ഒന്നും കൂടെ പറയണോ ഈ ചെയ്തത്? ഹലോ നിങ്ങൾ അവിടെ ഉണ്ടോ? Are you there? Yes. ഓക്കെ ആണോ? ഒന്നും കൂടെ പറയണോ? ജസ്റ്റ് ഒന്നും കൂടെ പറയാം. എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്ന് മായ്ച്ചു കഴിഞ്ഞാലേ രണ്ടാമത് എഴുതുമ്പോൾ ഒരു സുഖം കിട്ടൂല. ഓക്കെ, എക്സും തമ്മിൽ ഗുണിച്ചു, എക്സ് സ്ക്വയർ, നടുമധ്യ സെന്ററിലെ പ്ലസ് ചിഹ്നം ഇട്ടു. എക്സും 2ഉം തമ്മിൽ ഗുണിച്ചു, 2x, 1ഉം എക്സും തമ്മിൽ ഗുണിച്ചു, 1x, 1ഉം 2ഉം തമ്മിൽ ഗുണിച്ചു, 2, ശേഷം -3 ഈസ് ഈക്വൽ ടു 0. അത് ചെയ്തു. അടുത്ത ഘട്ടം ഒക്കെ ഓരോന്നും പ്ലസ് ചെയ്യല്ലേ, ചെയ്തു നോക്കുക. എന്താ ഉള്ളത്? എക്സ് സ്ക്വയർ ഇവിടെ ഉണ്ട്, 2xഉം ഇതും തമ്മിൽ ചെയ്യുമ്പോൾ എന്താ വരിക? 2xഉം
എക്സും നമ്മൾ കൂട്ടുമ്പോ എത്ര വരിക? പറയടോ. പറയുന്നു 2x പ്ലസും തമ്മിൽ ചെയ്യുമ്പോ എന്താടോ? നിങ്ങൾ എന്താണ് 3x എഴുതിയെന്നില്ലേ? ഓക്കെ 3x. പിന്നെന്താ ഉള്ളത്? ഇനി ഇത് രണ്ടും തീരുമാനാക്കണം. 2 - 3. 2 - 3 എത്ര ആൻസർ? 2 - 3 -1. 2 - 1 ഈസ് ഈക്വൽ ടു 0. ഈ ഫോമിലായോ നോക്കി? ax² പ്ലസ് bx അല്ലെങ്കിൽ മൈനസ് പ്ലസ് c ഈസ് ഈക്വൽ ടു 0 എന്നായപ്പോ ഈ ഫോമിലേക്കായോ? ആയിണോ അല്ലേ? ഇതാണ് ഫോം. x² അതുപോലെ എഴുതി, 2x-ഉം 1x-ഉം തമ്മിൽ കൂട്ടി 3x ഇട്ടു, പിന്നെ 2-ൽ നിന്നും 3 വർഷം -1 ഇട്ട് 0 ഇട്ടു. ഇത് ax² പ്ലസ് bx അല്ലെങ്കിൽ പ്ലസ് c ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഫോമിലേക്ക് ആയോ ഇല്ലേ? യെസ്, ആയി. അപ്പൊ ഇവിടെ പ്രശ്നം എന്താ വെച്ചാ a എത്ര, b എത്ര, c എത്ര? കമന്റ് ചെയ്യും. ആദ്യം എല്ലാവരും എ കമന്റ് ചെയ്യും. എ എന്ന് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് കമന്റ് ചെയ്താൽ മതി. എ ടൈപ്പ് ചെയ്തു. നിങ്ങൾ എ എല്ലാവരും ഇട്ടോളി. എ ഓക്കെ, 1 വരുന്നുണ്ട്. ഇനി ബി എത്ര? എ 1 എന്ന് പറയുന്നുണ്ട്. നമ്മള് താഴോട്ട് നീക്കി വെക്കുക. എ 1 തന്നെ അല്ലെ? ഇനി ബി ഞാൻ ഇട്ടിട്ടുണ്ട്, കമന്റ് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാവരും ബി എഴുതിക്കോളി. മൂന്ന് ബി 3 എന്ന് പറയുന്നുണ്ട്. നോക്കുക. ബി 3 തന്നെയാണ്. വിവരം വിദ്യാഭ്യാസം വെച്ചു കേട്ടോ എല്ലാവർക്കും. ഇനി സി വരട്ടെ. സി ഓക്കെ, യെസ് ഓക്കെ. സി -1. റെഡി. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മളെ മറ്റേ എക്സ് കാണാനുള്ള ഫോമുലേക്ക് മാറാ. എക്സ് ഈസ് ഈക്വൽ ടു പറഞ്ഞോളി -b പ്ലസ് ഓർ മൈനസ് റൂട്ട് b² - 4ac ഡിവൈഡഡ് ബൈ 2a. എന്ത്? എക്സ് ഈസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് b² - 4ac ഡിവൈഡ് ബൈ 2a. ഒന്നും കൂടെ. എക്സ് ഈസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് b² - 4ac ഡിവൈഡഡ് ബൈ 2a. ഒന്നും കൂടെ. എക്സ് ഈസ് ഈക്വൽ ടു ആരാപ്പോ വിളിച്ചത്? ആരാ? ഒരു മിനിറ്റ്. എന്ത്? എങ്ങനെ? ഉണ്ട്, ഞാൻ ക്ലാസ്സിലാണ്. എന്തേ? താഴത്തുണ്ട്. നീ ഞാൻ ക്ലാസ് ഇപ്പൊ തുടങ്ങിയിട്ട് 1 മണിക്കൂർ. നോക്കി വെക്കാം. ഞാൻ 12 മണിക്ക് ഇത് കഴിയും, എന്നിട്ട് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ശരി. ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് ഈസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് b² - 4ac ഡിവൈഡ് ബൈ 2a. 5 മാർക്കിന്റെ എക്സാമിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് നിങ്ങൾ എല്ലാവരും, എനിക്കറിയാം. അപ്പോൾ നമ്മൾ ഇനി ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ ആദ്യം എഴുതി അല്ലെ? ഇക്വേഷൻ നമ്മൾ എഴുതി. ഇക്വേഷൻ എഴുതിയിട്ട് -b എത്ര? ബി എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ -3. b² എത്ര? 3ന്റെ സ്ക്വയർ. 4 തന്നെ. എ എത്ര? 1. സി എത്ര? -1.
അങ്ങനെ നമ്മൾ ഓരോന്നും അതിൻ്റെതായ സ്ഥലങ്ങളിൽ കൃത്യമായി ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ബി മൈനസ് ബി അപ്പം -3 ബി സ്ക്വയർ 3ന്റെ സ്ക്വയർ മൈനസ് 4 AC എന്നുള്ളിടത്ത് 4 1 -1 -1 ഓക്കെ. അപ്പൊ 3ന്റെ സ്ക്വയർ ഇവിടെ മാത്രം നമ്മൾ ആദ്യം തീരുമാനാക്കുക അല്ലെ, അവിടെ മാത്രം നമുക്ക് തീരുമാനാക്കി. ഇവിടെ എത്ര വരിക? 3ന്റെ സ്ക്വയർ 9 അവിടെ മൈനസ് ചിഹ്നിട്ടു. ഇനി 4 × 1 4 മൈനസ് പിന്നെ -1 അറിയുമ്പം -4. അപ്പൊ എന്താ ഈ രീതിയിലാണെങ്കിൽ 9 സ്ക്വയർ + 4 എന്നായി. 9 സ്ക്വയർ + 4 എന്നായി അല്ലേ. അപ്പൊ നമ്മൾ അതൊന്ന് ഫുള്ളാക്കി വെക്കുക. എങ്ങനെ ഫുള്ളാക്കുക? ഇതാ -3 അതുപോലെ എടുത്തു. 3ന്റെ സ്ക്വയർ ആയിട്ടുള്ള 9 എടുത്തു. -4 × 1 അപ്പൊ -4 തന്നെ ഇൻറ്റു -1 അങ്ങനെ ചെയ്താലും +4 എന്നാ വരിക. കാരണം -4 × 1 -1 ഇങ്ങനെ ചെയ്താലും ആൻസർ എന്തെന്നെ. ഇനി അതെല്ലാം നിങ്ങൾ ഇങ്ങനെ ചെയ്യാണ്. എങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 × 1 × -1 അപ്പൊ എത്ര കിട്ടുക? -4. ഇവിടെ സ്ക്വയർ 3ന്റെ സ്ക്വയർ 9 അവിടെ ഉണ്ടായിരുന്ന മൈനസ് ചിഹ്നം അപ്പൊ 2 മൈനസ് 1 9 + 4 എന്നായി. ഓക്കെ. അപ്പൊ -b ± -13 അല്ലെ, ഇങ്ങനെ വരും. ഇത് നമ്മൾ ഫുൾ ആൻസറിലേക്ക് പോകണില്ല എന്നാൽ ടെക്സ്റ്റ് ഒന്നും അങ്ങനെ പോയിട്ടില്ല. വേണമെങ്കിൽ പോകാം, കുറെ പോയിന്റ് സംഖ്യകൾ വരുന്നുള്ളതുകൊണ്ടാ. അപ്പൊ ഇവിടെ നിർത്തിയേക്കാണ് ചെയ്തത്. ഇനി എല്ലാം നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ? 13ന്റെ സ്ക്വയർ കാണാൻ പറ്റും. 13ന്റെ സ്ക്വയർ എങ്ങനെ കാണുക? അല്ല സ്ക്വയർ അല്ല, റൂട്ട് എങ്ങനെ കാണുക? കമ്പ്യൂട്ടർ കാൽക്കുലേറ്റർ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്താൽ മതി. കിട്ടും ഒരു എത്ര 3 പോയിന്റ് ചില്ലറ കിട്ടും അല്ലെ. 3.1 അങ്ങനെ എന്തോ കിട്ടുന്നുണ്ടോ? അങ്ങനെ കിട്ടും. അതൊരു പോയിന്റ് സംഖ്യ ആയതുകൊണ്ട് നമ്മൾ തൽക്കാലം എന്ത് ചെയ്തതാണ്? ഒഴിവാക്കിയതാണ് കേട്ടോ. അതാണ് ഇവിടെ ഫൈനൽ ആൻസർ ഇവിടെ നിർത്തിയത്. അത് ടെക്സ്റ്റ് ബുക്കും അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്താണ്. ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി നമ്മള് അടുത്ത പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എക്സാമിന് ഇത് കഴിഞ്ഞു. എന്ത് കഴിഞ്ഞു? നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചെയ്യാനുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്തുള്ള പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സേവ് ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അത് ഞാനൊന്ന് കാണിക്കുക. എന്നിട്ട് നിങ്ങളത് ഒന്ന് ടെസ്റ്റ് ഡോസ് അടിക്കുക, ആൻസർ പറഞ്ഞു തരിക. അത്രേ പണിയുള്ളൂ. ആ ആൻസർ ഒരാൾ എഴുതിയിടുന്നത് ഞാൻ ഇവിടെ കാണിക്കും. ഇതല്ലല്ലോ ഇവിടെ നമ്മളെ ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ ഞാൻ BNM ഇത് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ കണ്ടോ? ഇവിടെ വെച്ച് നിർത്തിയേക്കുക കണ്ടോ? ഇതവിടെ സാധനം നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ഇവിടെ വെച്ച് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവില്ലല്ലേ നേരത്തെ ക്വസ്റ്റ്യൻ? സോറി ഒന്ന് എഴുതാദ്യം, അപ്പോഴേക്ക് എന്നിട്ട് നമുക്ക് വേറെ ക്വസ്റ്റ്യൻ അതാണെങ്കിൽ എടുത്ത് ഒഴിവാക്കുകയും ചെയ്തു. അവിടെ BNM മൊഡ്യൂൾ 1 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താ ക്വസ്റ്റ്യൻ എടുക്കാം കേട്ടോ. നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനില്ലേ? ഇത് ഒന്നും കൂടെ പറയണോ? ഒന്ന് അറിയിക്കിട്ടോ. ഒന്നും കൂടെ പറയണമെങ്കിൽ ഇത് പറയാ. എവിടെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതായിരുന്നു ആൻസർ. ഇവിടെ നിർത്തിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. എങ്ങനെ? അതിൽ ലാസ്റ്റ് /4 അല്ലല്ലോ 2 അല്ലേ? /4 വന്നേരെ. ഓക്കെ, /2 ആണ്. ഒരു മിനിറ്റ്. /2 തന്നെ. /2 തന്നെയാണ് കേട്ടോ. ടൈപ്പ് ചെയ്യുമ്പോൾ മാറിപ്പോണാടോ.
നമ്മളിങ്ങനെ ഇത് ചെയ്യാം. അതിന്റെ ടെക്സ്റ്റ് ബുക്കിൽ 2 തന്നെ ഉള്ളത്. നമ്മൾ പിന്നെ ടെക്സ്റ്റ് നോക്കി ചെയ്യാതെ വെക്കുമ്പോൾ ചെയ്യണ എല്ലാത്തുകൊണ്ട് മറന്നു പോണതാണ്. മറന്നു പോകാൻ മീൻസ് അങ്ങനെ ടൈപ്പ് ചെയ്ത് പോകും. പഴയത് അല്ലെങ്കിൽ മുമ്പത്തെ അതിൽ 4 ആയിരിക്കും, അത് കോപ്പി ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലും ഒന്നേക്കാരോ. മുമ്പത്തെ ക്വസ്റ്റ്യനിൽ എത്രയായിരുന്നു? 4 ആയിരുന്നോ? അതില് 4 ആണ്. ഇത് കോപ്പി ചെയ്തപ്പോ മാറിയതാ. അങ്ങനെ എന്തോ സംഭവിക്കണാണിത്. അപ്പോട്ടെ, ഇത് 4. ഇത് എത്രയാണ്? 2. ഇവിടൊക്കെ 2 ഒന്നുമില്ല, അവസാനം ഇവിടെ 4 ആയി അല്ലേ? 4 അല്ല, 2 ആണ് കേട്ടോ, അത് ശ്രദ്ധിക്കുക. ഇതാ ഇത് 2 ആണ്. എവിടെടാ? ഇതിങ്ങനെ വരിക, അത് ഇവിടെ വായിച്ചിട്ട് മായുന്നില്ല, മറ്റേ സാധനം വരിക. അപ്പോഴേക്ക് ഇത് അവിടെ വായിക്കുന്നുണ്ട്. ഓക്കെ, ഇത് 2 ആണ്, അത് ശ്രദ്ധിക്കുക എല്ലാവരും കേട്ടോ. രണ്ട്, ഇതർ ആൾസോ 2, ഇതർ ആൾസോ 2. യെസ്, യു ക്യാൻ ഓഫ്. വിൻഡോസ്. നമ്മൾ ഇന്നത്തെ എന്തേ ഉള്ളൂ വെച്ചാൽ എക്സാമിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ കാണിക്കുക, അത് ചെയ്യാൻ നിർത്തുക. അതാണ് ഇന്നത്തെ ഉദ്ദേശം. എനിക്ക് ഫയൽ ചെയ്യാൻ ഒരു 1500 പറഞ്ഞാൽ മതി കേട്ടോ. മറ്റത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പെനാൽറ്റി 5000 വരും എന്തായാലും, ഡേറ്റ് തെറ്റിച്ചുകൊണ്ട്. പിന്നെ ടാക്സ് എന്തെങ്കിലും ഉണ്ടാവും, നമ്മൾ നോക്കുക. ടാക്സ് മൂപ്പരെ അടുത്ത് വന്ന എമൗണ്ട് എത്ര നോക്കിയിട്ട് വേണം ആ ടാക്സ് കൺഫേം ചെയ്യാൻ. അല്ലാതെ എനിക്ക് വായു എന്ന് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. ആർക്ക് ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? അതൊന്ന് കൺഫേം ആക്കിയാണ്. കോൺട്രാക്ടിഫിക്കേഷൻ കഴിഞ്ഞു, ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രതീക്ഷിക്കുക എക്സാമില്. അതെങ്ങനത്തതാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനും വരും. ആ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ നാളെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ്റെ അടുത്തുണ്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ആയിട്ടുള്ള കഴിഞ്ഞ എക്സാമിന് നമ്മളെ ടീമിന് ചോദിച്ച ചോദ്യം ക്വസ്റ്റ്യനിലെ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ ഡൗട്ട് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനോട് തീരുമാനമാക്കാം. ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ എടുക്കട്ടെ കേട്ടോ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എല്ലാരും എഴുതി കഴിഞ്ഞടോ? ഒരാളെ കമന്റ് ഇട്ട് എല്ലാരും എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്ന് പറയും. എന്താ ആരും ഒന്നും ഉണ്ടാത്ത? ഒരു ശ്മശാന മുഖാത കഴിഞ്ഞു. യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ ഇനി പുതിയൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുകയാണ്. അത് ചെറിയ ക്വസ്റ്റ്യൻ, അങ്ങനെ കാണുമ്പോ തന്നെ എത്ര ഉള്ളു എക്സാമിന് ചോദിച്ച്. ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടപ്പോ എന്തൊക്കെ ഇടങ്ങേറാക്കിയ പോലെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഞാന് നിങ്ങൾക്കൊന്ന് മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ടാണ് വലിയ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എക്സാമിന് വളരെ ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കലുള്ളൂ. ഇതാണ് 2022 എക്സാം. നിങ്ങൾ 2023 എക്സാം എഴുതാൻ പോണവരാണ്. നവംബർ 2022 എക്സാം ആണ്. നോക്കുക,
80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താന്ന് ചോദിച്ചിട്ടുണ്ട് കണ്ടോ. പിന്നെ വാട്ട് യു മീൻ ബൈ റൂട്ട് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഓക്കെ നമുക്ക് പറയാം. ഓക്കെ, അങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് വേറെ പറയാം. വേരിയൻസ് എന്താ, കോഎഫിഷ്യന്റ് എന്താ, പോസിറ്റീവ് സ്ക്യൂനെസ് എന്താ, കോട്ടേൽ ഡീവിയേഷൻ എന്താ, അരിത്മെറ്റിക് മീനിന്റെ 2 മെറിറ്റ് എന്താ. ഓക്കെ ഒക്കെ പോട്ടെ. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് സാധാ ക്വസ്റ്റ്യൻ. 18 + 10x + 3x = 106 - 5x. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഏത് x² + 7x = 60. കാണുന്നുണ്ടോ ക്വസ്റ്റ്യങ്ങള്? ഞാൻ സ്ക്രീന് ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? ഷെയർ ചെയ്ത്. എന്നാ ഈ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്നൊന്ന് നോക്കി ചെയ്തു നോക്കി. ഇത് നമ്മൾ നേരത്തെ ചെയ്ത അതേ ഇക്വേഷൻ വെച്ചല്ലേ ചെയ്യേണ്ടി? അത് x² എന്ന് കണ്ട ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഇവിടെ x² എന്ന് കാണില്ലേ? ഇവിടെ മേലുള്ളതില് സ്ക്വയർ ഇല്ലെന്ന സ്ക്വയർ ആക്കാൻ പറ്റുന്ന രൂപമില്ല. ക്വസ്റ്റ്യൻ ഞാനൊന്ന് വലുതാക്കുന്നുണ്ട്. ഇതാ കഴിഞ്ഞ വർഷം ഡിറ്റർമിനന്റ് കാണാൻ 5 മാർക്കിന് വെച്ചിട്ടുണ്ടോ? ഡിറ്റർമിനന്റ് സോൾവ് ദ ഇക്വേഷൻ x² +. ഇപ്രാവശ്യം ഡിറ്റർമിനന്റ് ചോദിക്കൂലേ? ഞാനല്ലല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ ഇടണേ. ഡിറ്റർമിനന്റ് 2-3 ചോദിച്ചാ പാസ്സാവാ. മെട്രിക്സ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മെട്രിക്സ് കിട്ടുന്നുണ്ട്. ക്വസ്റ്റ്യങ്ങൾ എഴുതിയെടുത്തണല്ലോ എല്ലാരും. x² + 7x = 16 എഴുതിയെടുത്തില്ലേ? ഒന്ന് കമന്റ് ചെയ്യ്, എനിക്ക് ഇതിന്ന് പോകാനാ. ക്വസ്റ്റ്യന്റെ എടുത്തു. എന്നാ ഞാൻ വേറൊരു വിൻഡോ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്തു തുടങ്ങിയോളി, ഞാൻ ചെയ്യൂല, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തോളി. എന്താണ് ക്വസ്റ്റ്യൻ? ഞാനൊന്ന് ഇവിടെ എഴുതാനാണ്. x² + x² plus 7x = 60. എല്ലാരോടും എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഇക്വേഷൻ ax² + bx + c = 0 എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഈ ഒരു ഫോമിലേക്ക് എത്തിയോ? ഇതാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഈ ഒരു ഫോമിലേക്ക് അപ്പൊ എങ്ങനെയാ അതാക്കുക? ഇക്വേഷനിൽ ആ സി ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ലല്ല, ഇത് നമ്മൾ ചെയ്തു നേരത്തെ ഇതുപോലത്തെ വേറൊന്ന്. എങ്ങനെ ആക്കുന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 60 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. നിങ്ങൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 5 + 1 = 6. അപ്പൊ നിങ്ങള് 5 + 1 - 6 = 0. 5 + 1 എത്ര? 6. 6 - 6 എന്ന് പറഞ്ഞാൽ എത്ര? 0. നിങ്ങൾ അതേപോലെ ആക്കിക്കോളി. ആക്കിയിട്ട് പറയും എന്താ ഇത് എന്നുള്ളത്. ചെയ്യാനുള്ള ഒരു ഹിന്റ് ഞാൻ ഇട്ടുന്നു. നിങ്ങൾ വേഗം ചെയ്തോളി. നിങ്ങൾ ചെയ്തോളി.
തലവേദനായിട്ട് എന്നിട്ട് ലാസ്റ്റ് 2 ആൻസർ കിട്ടും. അത് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ മതി. എവിടേക്ക് വിളിക്കാം. ഇതാണ് കഴിഞ്ഞോട്ട് കിട്ടിയടോ. ആർക്കെയും കിട്ടിയൊന്ന് കമന്റ് ചെയ്തേ, കിട്ടിയണോ അല്ലേ എന്നുള്ളത്. എല്ലാരും ആൻസർ ചെയ്തിട്ട് എനിക്ക് അത് വാട്സപ്പിൽ ആരെങ്കിലും ഒരാൾ ആൻസർ കിട്ടിയില്ല. വാട്സപ്പില് ഇത് ഫുൾ ആൻസർ അല്ല, ഈ ഫോമിലേക്ക് ആയോ എന്ന് ഞാൻ ചോദിച്ചേ. ഈ ഫോമിലേക്കായോ ഈ ഇക്വേഷൻ? കിട്ടിയിട്ട് ആൻസർ എനിക്കൊന്ന് ഷെയർ ചെയ്യാം, എന്നിട്ട് ഞാൻ ഈ ഗ്രൂപ്പിലിടും. ഗ്രൂപ്പിലല്ല, ഇതിൽ കാണിക്കും. സെറ്റ് നൂലോ എവിടെ കൊട്ടാരത്തിൽ പരത് ഇൻസ്റ്റഗ്രാമിലോ? അപ്പൊ ഞാനതൊന്ന് ആക്കാണ്, നോക്കിക്കോളി. പച്ച, ഇന്ന് പച്ച കുറച്ച് രസമുണ്ട്, കുറച്ച് കട്ടിയുള്ള പച്ചയായിക്കോട്ടെ. ഇതിക്ക് എക്സ് സ്ക്വയർ അല്ലേ, എക്സ് സ്ക്വയർ പ്ലസ് 7x മൈനസ് 60 ഈസ് ഈക്വൽ ടു 0. ഇപ്പൊ കിട്ടിയോ എങ്ങനെ ആക്കാന്ന്? बहुत बहुत सिंपल. कोई मुश्किल नहीं है. आपका क्वाड्रेटिक इक्वेशन पसंद हो गया? എത്ര ആരത്തുമുണ്ടാത്തേ ചെയ്യേക്കാരല്ലേ. എങ്ങനെയാണോ ഫൈനൽ ആൻസർ? യെസ്, ഇങ്ങനെ തന്നെ നിങ്ങൾ ഒരാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫൈനൽ ആൻസർ മാത്രം നോക്കിയിട്ടുള്ളൂ ഞാൻ. അതൊന്ന് 5. യെസ്, 5 മൈനസ് 12. അതന്നെയാണ് ആൻസർ. അതിപ്പോ ഒരാൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ അതൊന്ന് എടുത്ത് സേവ് ചെയ്തിട്ട് കാണിച്ചു തരാം. 280 മാർക്ക് വന്നാണ്. അപ്പൊ സെറ്റ് തന്നെ. സേവ് 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 എന്താണ്? അൽഫാം നെയ്തല്ലേ. എന്നിട്ട് എടുത്തിട്ട് നമ്മളെ വേർഡിൽ കൊണ്ടുവരിക. വേർഡിൽ കൊണ്ടുവന്നതിന് ശേഷം ഇതർ പോസ്റ്റ് ചെയ്യുക. ഇൻസേർട്ട് പിക്ചർ ദിസ് ഡിവൈസ്. ഇവിടെ BNM. യെസ്, ഇത് ധാര എഴുതിയത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ധാര എഴുത്താന്ന്. കുറെ ആൾക്കാർ ഇയാളോട് പിന്നെ
പിന്നെ അസൈൻമെന്റ് എഴുതിച്ചിട്ടുണ്ടാവും, അവർക്കൊക്കെ അറിയാതെ ആരാ എഴുതിയെന്ന്. നമ്മൾ നോക്കാം. ഡ്രോ കാണുന്നുണ്ടോ നിങ്ങള്? കടുക്കൊക്കെ കാണുന്നുണ്ട് അല്ലേ? നീലവിരി. ആൻസർ ഓക്കെ. നമ്മൾ നോക്കുക എന്താ ചെയ്തത് നോക്കുക. ഈ ഇക്വേഷൻ എന്താക്കി മാറ്റി? നമ്മളെ ഇക്വേഷൻ ഉണ്ടായിരുന്നത് ഈ ക്വസ്റ്റ്യൻ അല്ല, ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. എക്സ് സ്ക്വയർ പ്ലസ് 7x = 60 എന്നുള്ളത് എന്താക്കി മാറ്റി? ഇങ്ങനെ ആക്കി മാറ്റി. എക്സ് സ്ക്വയർ പ്ലസ് 60 പ്ലസ് 7x മൈനസ് 60 = 0 എന്നായി. എങ്ങനെ ആക്കി? എക്സ് സ്ക്വയർ പ്ലസ് 7x മൈനസ് 60 = 0 എന്നാക്കി. അതാണ് ഈ ആക്കിയ ഇക്വേഷൻ. ഇത് ശരിയാണ്, ഇതിന് അര മാർക്ക്. ഓക്കെ, എന്നിട്ട് ഇതിനെ ഈക്വൽ ആക്കിയോ എന്ന് നോക്കി. എന്നിട്ട് എ എന്തെടുത്തു? എ ഇവിടെ കാണാത്തോണ്ട് എ 1 എടുത്തു, ബി 7 എടുത്തു, സി മൈനസ് 60 എടുത്തു. ഇതുവരെ പറഞ്ഞത് ഓക്കെ ആണോ നോക്കി. ഇതുവരെ പറഞ്ഞു ഓക്കെ. പെട്ടെന്ന് നമ്മൾ വേഗം നിർത്തണം, നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഇത് ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിക്കണം. എല്ലാരും ഓക്കെ. അടുത്ത എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിലേക്ക് കൊണ്ടുവന്നു. അതിന് വേണ്ടിയിട്ട് ബി ഇവിടെ ബി എന്നാണ്, ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a എന്ന് എഴുതി. എന്നിട്ട് ബി നമ്മൾ ഓൾറെഡി ഇവിടെ എ കണ്ടാണ്, ആ എ ഇവിടെ ഇട്ടു, പ്ലസ് ഓർ മൈനസ് ചിഹ്നം ഇട്ടു, ബി സ്ക്വയറിന് 7 സ്ക്വയർ എന്നിട്ടു. ഇത് 4 ആണ് കേട്ടോ. 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 1 ആണ്, അതുകൊണ്ട് ഇൻറ്റു 1 എന്നിട്ടു, ഇൻറ്റു മൈനസ് 60 എന്നിട്ടു. ഓക്കെ, പിന്നെ 2a എന്നുള്ളത് 2 × 1 എന്നിട്ടു. ആ ഇക്വേഷൻ ഫിറ്റ് ചെയ്തത് കറക്റ്റ് അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? -7 എന്നുള്ളത് -7 ആവൂലല്ലോ ഫസ്റ്റത്തെ? -b എന്നല്ലേ ഉള്ളത്? അപ്പൊ മൈനസ് എന്നാണ് കേട്ടോ, മൈനസ് എന്നാവുക. അപ്പൊ ഈ ഇക്വേഷൻ എഴുതിയതിന് 1 മാർക്ക്. ഇവിടെ നമുക്കൊരു 2ന് 1.5 ഇട്ട് കൊടുക്കാം. ഓക്കെ, പിന്നെ എങ്ങനെയാടോ ഇത് ശരിയായത്? ഓക്കെ, അങ്ങനെ ശരിയായത് പ്ലസ് ഓർ മൈനസ് ഇട്ടപ്പോ റെഡിയാകും. ഇനി നോക്കുക, ഇത് 4 ഇൻറ്റു ഇത് 1 × 60 മൈനസ് 60. അപ്പൊ നമ്മൾ മൈനസ് 60 ഇവിടെ എഴുതി. 4 ഇങ്ങനെ വേണമെങ്കിൽ -4 × 4 -4 ഇൻറ്റു അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ 4 ഇൻറ്റു -60 ചെയ്യുക. അപ്പൊ -240 എന്നാവും. 7ൻ്റെത് സ്ക്വയർ എന്ന് പറയുമ്പോൾ 49, 49 മൈനസ് 240 എന്ന് പറയുമ്പോൾ 49 പ്ലസ് 240 എന്നാവും. അപ്പൊ അത് 289 എന്നാവും. ഇവിടെ -7 ആണ്, ഇവിടെ -7, അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം 7 പ്ലസ് ഓർ മൈനസ് 289 എന്നായില്ലേ. ഇനി എന്താ ഉള്ളത്? ഈ 289ന്റെ 280 18ന്റെ സ്ക്വയറോ അതോ 17ന്റെ സ്ക്വയർ ആണോടോ? 289 17ന്റെ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്നിട്ട് -7 പ്ലസ് 17 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്ര? കാൽക്കുലേറ്റർ പറയ്. ഒന്നുമില്ല, ഇവിടെ വരുന്നത് എന്താ? 10 ഡിവൈഡ് ബൈ 2 = 5 എന്നായി. ഇനി -7 മൈനസ് 17 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എത്ര ആകുക?
-24/2 എന്നാവും. അങ്ങനെ ആവുമ്പോ എത്ര വരിക? -12 എന്നാവും. അപ്പൊ ആൻസർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1 + 5. ഇവിടെയാണ് പോയത് കേട്ടോ നജ്മ. ആൻസർ +5 ഓർ 12 എന്നാണ്. ഈ ഇത് മാറ്റം വന്നുകൊണ്ട് രണ്ടും ആൻസർ മാറിപ്പോയതാ. ആൻസർ ഒന്നെങ്കിൽ -5 ഓർ -5 എന്താ, ഒന്നെങ്കിൽ 5. ഇതാണ് ഒന്നെങ്കിൽ 5 അല്ലെങ്കിൽ -12. ഇതായിരിക്കും ഫൈനൽ ആൻസർ വരിക. സാറേ 289 എങ്ങനെ 17 ആയത് റൂട്ട്? ഒരു മിനിറ്റ് കേട്ടോ, ഞാന് ഇതൊന്ന് ഡിലീറ്റ് ചെയ്യും. ഒക്കെ കാണിക്കാം. ഇതൊക്കെ ഇവിടെ വന്നു. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പെട്ടെന്ന് സ്പീഡാക്കി നിർത്തുകയാണ്. ഓക്കെ, 289 ഒന്നുമില്ല, 289 അല്ലേ? 289ന്റെ സ്ക്വയർ റൂട്ട് ഒന്ന് കണ്ടോക്ക്. 17 × 17 ആണ് 289. കാൽക്കുലേറ്റർ എടുക്കുക, ചെയ്യാം. ഇതൊന്ന് സ്പീഡ് ആക്കട്ടെ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്? x² + 7x പ്ലസോ മൈനസോ? x². അപ്പൊ പിന്നെ ഞാൻ മൈനസ് ആയത്. ഓക്കെ, x² + 7x -60 = 0 എന്നായി നമ്മൾ എഴുതിയത്. ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടായിരുന്നത്? x² + 7x = 60 എന്നാ. അതിനെയാണ് നമ്മൾ ഇങ്ങോട്ടാക്കിയത്. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഇക്വേഷനിലേക്ക് വന്നോ? ax² + bx -60 c = 0 വന്നോ? വന്നു. അപ്പൊ ഇവിടെ 1, ഇതെത്ര? ഇതും 1, ഇത് c എന്നുള്ളത് -60 എന്ന് വന്നു. എന്നിട്ട് നമ്മളെ ഇക്വേഷൻ എന്താ? -b ± √b² - 4ac / 2 അങ്ങനെ ചെയ്തു. -b ആയതുകൊണ്ട് 7 ആയിരുന്നു. b 7 ആട്ടോ. b ഇവിടെ ഉണ്ട് 7x ആയതുകൊണ്ട് b 7 ആണ്. അപ്പൊ -b എന്ന് പറയുമ്പോൾ -7 ± ഇട്ടു. √b² എന്ന് പറയുമ്പോൾ b² a-ന്റെ സ്ക്വയർ. അത് ഞാൻ നേരെ 49 ഇതാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. b² എന്ന് പറഞ്ഞാൽ a-ന്റെ സ്ക്വയർ. ചെയ്യണ കാണുന്നില്ല. പറയണ്ടടാ. ഓക്കെ, തൽക്കുന്ന നോക്കാം. ക്വസ്റ്റ്യൻ ആദ്യം x² + 7x = 60 എന്നാണ്. അത് നമ്മൾ ക്വാഡ്രാറ്റിക്കിന്റെ ഫോർമുല ആയിട്ടുള്ള ax² + bx + c = 0 എന്നാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് x² അങ്ങനെ തന്നെ എഴുതി, +7x എഴുതി, -60 = 0 എഴുതി. ഓക്കെ, ഈ ഫോർമാറ്റ് കൊണ്ടുവരുമ്പോൾ a എന്ന് പറയുമ്പോൾ 1 ആണ്, b എന്ന് പറയുമ്പോൾ 7 ആണ്, c എന്ന് പറയുമ്പോൾ -60 ആണ്. നമ്മളെ ഇക്വേഷൻ എഴുതുക -b ± √b² - 4ac / 2a എന്ന് എഴുതി. ഓക്കെ, 2a എന്ന് എഴുതി കഴിയുമ്പോൾ നമ്മളെ b എന്താണ്? -a ആണ്. അപ്പൊ -a എന്നായി. ഓക്കെ, b² എന്ന് പറയുമ്പോൾ a-ന്റെ സ്ക്വയർ ആണ്. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് 49 എന്ന് എഴുതുകയാണ്. നിങ്ങൾ a-ന്റെ സ്ക്വയർ ഒന്ന് കണ്ടാൽ മനസ്സിലാവും 49 ആണ് എന്നുള്ളത്. -4ac എന്നുള്ളത് 4 ഇട്ടു. a എന്നുള്ളത് എത്ര? ക്വസ്റ്റ്യനിൽ 1 ആണ്. c എന്ന് പറയുമ്പോൾ -60 എന്നുമാണ്. ഓക്കെ, / 2a. 2a എന്ന് പറയുമ്പോൾ 2 × 1 എന്ന് പറയുമ്പോൾ 2 തന്നെയാണ്. ഓക്കെ, അടുത്തത് ഇവിടെ +or - ഉണ്ട് കേട്ടോ. -7 +or - 49 മൈനസ് ഇത് നോക്കുക. 4 × 1 4 തന്നെ.
അപ്പൊ 4 ഇൻറ്റു -60 എന്ന് പറഞ്ഞാല് -240 എന്നുമായി ഡിവൈഡ് ബൈ 2. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 മൈനസ് അടുപ്പിച്ച് വന്നാൽ പ്ലസ് ആണ്. 2 മൈനസ് സ്ക്വയർ റൂട്ട് ഉണ്ട് അതിന്റെ ഉള്ളിൽ. 2 മൈനസ് അടുപ്പിച്ച് വന്നാൽ പ്ലസ് ആണ്. അപ്പൊ ഞാൻ ഒന്നും കൂടെ അങ്ങോട്ട് എഴുതുന്നു -7 + or മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് -2 മൈനസ് അടുപ്പിച്ച് വന്നപ്പോൾ പ്ലസ് ആയി, ഇതിന് പകരം പ്ലസ് ആയി. അപ്പൊ 49 + 240 ഡിവൈഡ് ബൈ 2 എന്നായി. ഓക്കെ, അപ്പൊ ഇനി അടുത്ത പണി എന്താ? ഒന്നും കൂടെ -7 + or മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 240 49 ചെയ്യുമ്പോൾ 289 ഡിവൈഡ് ബൈ 2 എന്നായി. 289ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ 289ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ 17 ആണ്. അത് നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ഇനി അപ്പൊ എന്ത് കിട്ടി? -17 + or മൈനസ് 17 ഡിവൈഡ് ബൈ 2 എന്നാണ് ആൻസർ. അപ്പൊ ഇതിൽ നമ്മൾ ഈ പ്ലസ് ഓർ മൈനസ് രണ്ടും ചെയ്തു നോക്കാം. -7 + 17 ഡിവൈഡ് ബൈ 2 അപ്പൊ എത്ര വരും? -7 പ്ലസ് ഇത് എന്ന് പറയുമ്പോൾ 10/2 = 5 എന്ന് വരും. ഇതൊരു ആൻസർ. ഇനി അല്ലെങ്കിലോ -7 - 17 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ -24 ഡിവൈഡ് ബൈ 2 = -12 എന്നും വരും. ഓക്കെ, ഓക്കെ ആണോ? ആർ യു ഓക്കെ? ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. റിഫിന് ഇവിടെ 5 - 12 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? നീ എന്താ അയച്ചുതരാ? എനിക്ക് ഓക്കെ 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 അപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. റെഡിയാക്കി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഒന്നും ആൻസർ വരുമ്പോ -5 അല്ല സോറി 5 അല്ലെങ്കിൽ -12 ഇതുപോലെ വരും. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇനി പ്രാക്ടിക്കൽ അപ്രോച്ച് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു തന്നേക്കാം. ഒരു മിനിറ്റ്. ത്രീ നമ്പേഴ്സ് ആർ ഇൻ അസെൻഡിങ് ഓർഡർ. ജോമെട്രിക് പ്രോഗ്രഷൻ ആണ് ഇത്. അങ്ങനെ ചെയ്താലാ കിട്ടുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതല്ലാതെ നോക്ക്, ക്രാമേഴ്സ് റൂള് ആകെ 2 എക്സും വൈയും മാത്രമല്ല, സെഡ് ഇല്ലാത്തതാണ്. അടുത്ത് നോക്ക്, ഫൈൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. 10 മാർക്കിന്റെ ചോദ്യമാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 5 ഇയേഴ്സിന്റെ കാണാനുള്ള ക്വസ്റ്റ്യൻ 10 മാർക്കിന്. എന്താ ചെയ്താള്? 4 വരി ശ്രദ്ധിച്ചു നോക്കുക. പിന്നെ 8th ടേമും ഒരു ജോമെട്രിക് പ്രോഗ്രഷന്റെ 8ാമത്തെയും 9ാമത്തെയും ടേം കാണാന്. പിന്നെ അതാ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാന്. ക്വസ്റ്റ്യൻസ് എത്ര സിമ്പിൾ ആയിരുന്നു നിങ്ങൾ മനസ്സിലാക്കണം. എക്സാമിന് ക്രാമേഴ്സ് റൂൾ എടുക്കുക. അത് രണ്ടുമാണ് മാറ്റിയിട്ട് ഈ ക്വസ്റ്റ്യൻ നോക്കി. ഈ 26 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നിങ്ങള് 10 മാർക്ക് പുഷ്പം പോലെ എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറോ ജസ്റ്റും കാണാനാ. ഈ ക്വസ്റ്റ്യൻ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് എന്ത് ചെയ്യണ്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് സിമ്പിൾ ആണ്, കാണിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ക്വസ്റ്റ്യൻ എവിടെ? ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ക്വസ്റ്റ്യൻ. അരിത്മെറ്റിക് മീൻ ബിറ്റ്വീൻ 2 നമ്പേഴ്സ് 75 ആണ്. ജോമെട്രിക് മീൻ 21 ആണ്. ഫൈൻഡ് നമ്പേഴ്സ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സോൾവ് ചെയ്ത് വരുമ്പം ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ രീതിയിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ റെഡിയാക്കാം. ഇപ്പൊ എല്ലാവരും ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ കോൺഫിഡന്റ് ആണോ അല്ലേ? ഒന്ന് കമന്റ് ചെയ്യും. കോൺഫിഡന്റ് ആണെങ്കിൽ ഓക്കെ. അതല്ല ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ക്വസ്റ്റ്യൻ പേപ്പറിന് പുറമെ ക്ലാസ് വേണ്ടതുണ്ടോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും. വേണമെങ്കിൽ യെസ്, വേണ്ടെങ്കിൽ നോ. അത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ മാത്രം മതിയെങ്കിൽ അത് മതി. അതല്ല ഇനി സെപ്പറേറ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇനിയും ചെയ്യേണ്ടതുണ്ടോ? കമന്റ് ചെയ്യും. ഓക്കെ ആണോ എല്ലാവരും? ചെയ്യേണ്ടതുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യും. ഞാൻ പോൾ ഇടാം. വേണോ വേണ്ടെന്നുള്ളത്. ക്ലാസ് വേണോ വേണ്ടേന്നാണ് ചോദിക്കട്ടോ. അപ്പം വേണം എന്നുണ്ട്, വേണ്ട എന്നുണ്ട്.
ക്ലാസ് വേണോ വേണ്ട വേണം വേണം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് മതി. ഓക്കെ, ഏതായാലും പോള് വന്നിട്ടുണ്ട്, ഇട്ട് നോക്കി ഒരു രസമായിട്ടൊരു പോള് കാണാലോ. ഇതോടുകൂടെ അവസാനിപ്പിക്കുകയാണ്, വേറെ ഒന്നുമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്താൽ തന്നെ എക്സാമിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യാന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. നജ്മ മാത്ര വേണ്ടണം എന്നിട്ടല്ലേ? വേണ്ടെന്ന് തന്നെയാണ് 7 ആളുകൾ പറഞ്ഞത്. ആരോ ഒരാള് സഫ്വാന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, സാനിയാണ്. ഓക്കെ ഓക്കെ സാനിയ, നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിലവിലുള്ള അവസ്ഥ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം, എന്നിട്ട് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആ ഫോർമാറ്റ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ ഏതായാലും ഈ ക്ലാസ് ഒന്നും കൂടെ കാണുക. ഡൗട്ടുള്ള ആളുകൾ ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ആക്കാം. ഡൗട്ടുള്ള ആളുകൾ റെക്കോർഡിംഗ് ഉണ്ട്, വീഡിയോ വീണ്ടും വീണ്ടും കണ്ടിട്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർക്കുക. നമുക്ക് വീണ്ടും വേണ്ട പോലെ ചെയ്യാം. ഓക്കെ, തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. സൈനിങ് ഓഫ്. ക്യാമറമാൻ ലെനോവ അല്ല ഐസർ ലാപ്ടോപ്പിനൊപ്പം ഞാൻ നിഷാദ്. എന്നാ കിറ്റ് അടിച്ചോളി എല്ലാവരും. ബൈ ബൈ. ഗുഡ് നൈറ്റ്. രാത്രി ക്ലാസ് ഉണ്ട് കേട്ടോ.